പ്രിയമുള്ളവരെ, മതത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം അറിവ്, വിജ്ഞാനമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് പ്രഥമ മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി അല്ലാഹു കൂടിയാലോചന നടത്തി തന്റെ മലായികത്തുകളോട്. മലക്കുകൾ അല്ലാഹുവിനോട് മുശാവറ നടത്തിക്കൊണ്ട് പറഞ്ഞുവത്രേ, അല്ലാഹുവേ, ഈ ലോകത്തേക്ക് രക്തച്ചൊരിച്ചിലുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന മാനവനെ എന്തിനാണ് നീ സൃഷ്ടിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു മറുപടിയായി പറഞ്ഞത്, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും വ്യക്തമായി വിശാലമായ കാഴ്ചപ്പാടോടുകൂടി അറിയുന്നവനാണ് ഞാൻ എന്ന് പറയുക മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഥമ മനുഷ്യനാകുന്ന സയ്യിദുന ആദം നബി അലൈഹിസ്സലാം, ഉറക്കെ പറയും സയ്യിദുന ആദം. മറക്കപ്പുറത്തിരിക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കണം, ഇവിടെ നല്ലതുപോലെ ശ്രദ്ധിക്കും. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. നല്ലതുപോലെ ശ്രദ്ധിക്കും. എന്താ പറഞ്ഞു വരുന്നത്? മതത്തിന്റെ അടിസ്ഥാനമാണ് എന്ത്? അറിവ്, വിജ്ഞാനം. അതിലേക്ക് സൂചികയായിട്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, പ്രഥമ മനുഷ്യനാകുന്ന സയ്യിദുന ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ സൃഷ്ടിവൈഭവത്തെ പറ്റി തഫ്സീർ ജലാലൈനിലടക്കം മുതഅല്ലിമീങ്ങൾ ദറസ് രംഗങ്ങളിൽ ഓതിപ്പടിക്കുന്നതാകുന്ന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിന്റെ തുടക്ക ഗ്രന്ഥമാണ് തഫ്സീർ ജലാലൈൻ. അതിലടക്കം മഹാന്മാര് വിശദീകരിച്ചു, 63 ഇനം മണ്ണുകൾ വെള്ളത്തോട് ചേർത്ത് കുഴച്ചുകൊണ്ടാണ് പ്രഥമ മനുഷ്യനാകുന്ന സയ്യിദുന ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിക്കുന്നത്. എത്ര സൈസ് മണ്ണ്? 63 ഇനം മണ്ണുകൾ. നല്ലതുപോലെ ശ്രദ്ധിക്കണേ നിങ്ങൾ. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ നൽകട്ടെ. പ്രഥമ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ആദം നബി അലൈഹിസ്സലാമിന് ആദ്യമായി അള്ളാഹു നൽകുന്നത് അറിവാണ്. സഹോദരങ്ങൾ, ലോകത്തുള്ള എല്ലാ വസ്തുക്കളെക്കുറിച്ചും അതിന്റെ ഉപയോഗക്രമങ്ങളെക്കുറിച്ചുമുള്ള അറിവാണ് ആദ്യമായി സയ്യിദുന ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയത്. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅല്ലമ ആദമ അൽ-അസ്മാഅ കുല്ലഹാ ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്, പ്രഥമ മനുഷ്യനാകുന്ന സയ്യിദുന ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷയങ്ങളെ കുറിച്ചുമുള്ള അറിവ് അല്ലാഹു പഠിപ്പിക്കുകയാണ്. ലോകത്തുള്ളതാകുന്ന സർവ്വ വസ്തുക്കളുടെ നാമങ്ങളും വരാനിരിക്കുന്ന വസ്തുക്കളും കഴിഞ്ഞു പോയതും ഇന്ന് നിലനിൽക്കുന്നതുമായ ഏതെല്ലാം വസ്തുക്കളുണ്ടോ അതിന്റെ എല്ലാം നാമങ്ങളും ഉപയോഗക്രമങ്ങളും അല്ലാഹു പഠിപ്പിച്ചു അത്രേ. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ഏതെല്ലാം അറിവുകൾ ഇനി ഈ ലോകത്ത് ഏതെല്ലാം ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിക്കുന്നുണ്ടോ, ഏതെല്ലാം മനുഷ്യർ അവരുടെ നിരീക്ഷണത്തിലൂടെ, പര്യവേഷണത്തിലൂടെ, ഗവേഷണത്തിലൂടെ കൊണ്ടുവരുന്നുണ്ടോ, അതിനെ കുറിച്ചെല്ലാം അറിവ് അല്ലാഹു പ്രഥമ ഉപ്പയാകുന്ന ആദം നബിക്ക് നൽകിയിട്ടുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ. എല്ലാ വസ്തുക്കളും അതിന്റെ ഉപയോഗക്രമങ്ങളും അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു.
ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്, ഞാൻ ചുരുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് ഈ വസ്തുക്കളെ മുഴുവനും മലായിക്കത്തുകളുടെ മുന്നിലേക്ക് നിരത്തി വെച്ചുകൊണ്ട് പറഞ്ഞു, അംബിഊനി ബിഅസ്മാഇ ഹൗലാഇ ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ ഈ ഭൂമിയിലെ രക്തച്ചൊരിച്ചിലുകൾ മനുഷ്യനുണ്ടാക്കുമെന്ന് നിങ്ങൾ സത്യമാണ് പറഞ്ഞത് എങ്കിൽ നിങ്ങൾ ഈ വസ്തുക്കളുടെ നാമങ്ങളും അതിന്റെ ഉപയോഗങ്ങളും ഒന്ന് പറഞ്ഞു തരുമോ മലക്കുകളെ എന്ന് അല്ലാഹു മലക്കുകളോടായി ചോദിക്കുമ്പോ ഖാലൂ, മലക്കുകൾ ഉടനെ അല്ലാഹുവിനോട് പറഞ്ഞു അത്രേ, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. മലക്കുകൾ ഒന്നടങ്കം പടച്ച റബ്ബിനോട് പറഞ്ഞു അത്രേ, നീ പരിശുദ്ധനാണ് അല്ലാഹ്. ലാ ഇൽമ ലനാ ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, നീ പഠിപ്പിച്ചതല്ലാതെ ഒരു അറിവും ഞങ്ങൾക്കില്ല റബ്ബേ. നീ തത്വജ്ഞാനിയാണ്, നീ വിവരമുള്ളവനാണ് അല്ലാഹ്. നീയാണ് അറിവുള്ളവൻ, നീ പഠിപ്പിച്ചതല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് അറിവില്ല റബ്ബേ. മലക്കുകൾ അല്ലാഹുവിനോട് പറഞ്ഞു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവുള്ളവരെ ആദരിക്കണമെന്നുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ ആപ്തവാക്യം ആദ്യമായി പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുന്നിൽ സുജൂദ് ചെയ്തുകൊണ്ട് മലക്കുകളോട് അല്ലാഹു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഈ ആദമിനൊന്ന് സുജൂദ് ചെയ്യണം. അറിവുള്ള വ്യക്തിയാണ്, അദ്ദേഹത്തെ ഒന്ന് വണങ്ങണം, ഒന്ന് വഴങ്ങണം, നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. ഉസ്ജുദൂ ലിആദം, അറിവുള്ളവനായ ഈ ആദമിന്റെ മുന്നിൽ നിങ്ങൾ സുജൂദ് ചെയ്യണേ മലക്കുകളെ. കാരണം ഇതാ ഈ വസ്തുക്കളുടെ നാമങ്ങളും അതിന്റെ ഉപയോഗക്രമങ്ങളും ആദമിതാ പറഞ്ഞു തരുകയാണ്. ആദമേ ആദമേ, ഈ മലക്കുകൾക്ക് മുമ്പാകെ ഇതിന്റെ വിഷയങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണേ. ഫലമ്മാ അംബഅഹും ബിഅസ്മാഇഹിം, ആദം നബി അലൈഹിസ്സലാം ഓരോ വസ്തുക്കളുടെ നാമങ്ങളും അതിന്റെ ഉപയോഗക്രമങ്ങളും മലക്കുകൾക്ക് വിശദീകരിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, അറിവുള്ള ആദമിനെ സുജൂദ് ചെയ്യണേ എന്ന് പടച്ച റബ്ബ് കൽപ്പിച്ചപ്പോ ഫസജദൂ ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒഴിച്ച് ബാക്കിയുള്ള സർവരും ആദമിന്റെ മുന്നിൽ സുജൂദ് ചെയ്തു എന്ന് വിശുദ്ധമായ ഖുർആൻ. അറിവുള്ളതാകുന്ന ആദമിന് മുന്നിൽ സുജൂദ് ചെയ്യാതെ അഹന്ത വെച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ് ഇബ്ലീസ്. ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ, ആദമിനെ നീ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ് റബ്ബേ, എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ് അല്ലാഹ്. ഞാൻ വാദിക്കുന്നു തീയാണ് മണ്ണിനേക്കാൾ ശ്രേഷ്ഠതയുള്ളത്. ഞാൻ ഒരിക്കലും ആദമിന് സുജൂദ് ചെയ്യുകയില്ല. സുജൂദ് ചെയ്യാതെ, വണങ്ങാതെ, വഴങ്ങാതെ, അറിവുള്ള വ്യക്തിയെ ആദരിക്കാതെ, പടച്ച റബ്ബിന്റെ കൽപ്പന ശിരസ വഹിക്കാതെ മാറി നിന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശപിക്കുകയാണ്. തീർന്നില്ല. ഇനി കാലാകാലം കടന്നു വരുന്നതായ സർവ്വ അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, മഹാന്മാരുടെ, സജ്ജനങ്ങളുടെ എല്ലാവരുടെയും ശാപവാക്ക് നിനക്കാണ് ഇബ്ലീസേ എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്തേ കാരണം? അറിവുള്ള വ്യക്തിയെ ആദരിക്കാത്ത കാരണത്താൽ. ശ്രദ്ധിക്കണം നമ്മൾ. അപ്പൊ അറിവിന് വലിയ മഹത്വം വിശുദ്ധ ഇസ്ലാം ആദ്യം തന്നെ പ്രഥമ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് അന്നും ഇന്നും നമ്മൾ അറിവുള്ള വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ ആദരിക്കും, അല്ലെ? ആദരിക്കാറില്ലേ? ആദരിക്കാറുണ്ട്. ബഹുമാനം വേണം. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഉറക്കെ പറയും. എല്ലാവരും നല്ല ക്ഷീണത്തിലാ. കുറെ കാനൂത്തിനൊക്കെ പോയി റാഹത്തായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുക. ക്ഷീണം. അല്ലാഹു ആഫിയത്ത് നൽകട്ടെ.
നല്ല റാഹത്തായിട്ടിരിക്കും. അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ. ഇമാമുന ശാഫിഈ റളിയല്ലാഹുവിന് ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റ് അതവോടുകൂടി നിന്നു. ദൂരെ കൂടെ ഒരു മനുഷ്യൻ പോകുകയാണ്. അമുസ്ലിമായ ഒരു സഹോദരനാണ് പോകുന്നത്. അദ്ദേഹം പോയി മറഞ്ഞതിന് ശേഷം വളരെ ഭവ്യതയോടുകൂടി ഇരുന്നു. ശിഷ്യന്മാർ ചോദിച്ചു, എന്തേ ഉസ്താദെ, കുറെ നേരം തങ്ങൾ നിൽക്കുകയായിരുന്നല്ലോ, എന്ത് പറ്റി? പറഞ്ഞു, ആ ദൂരെ കൂടെ പോയ മനുഷ്യൻ പണ്ടെനിക്ക് നായയുടെ പ്രായപൂർത്തി എത്തുന്ന സമയം എനിക്ക് പഠിപ്പിച്ചു തന്ന വ്യക്തിയാണ്. നായ കാല് പൊക്കിയിട്ട് മൂത്രമൊഴിക്കും, സ്വന്തമായിട്ട് ഇങ്ങനെ കാല് പൊക്കി മൂത്രമൊഴിക്കും. അപ്പോഴാണ് പ്രായപൂർത്തി എത്തുന്നത് എന്നെനിക്ക് അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം തെങ്ങേ കയറുന്നതോ മാവിനെ കയറുന്നതൊക്കെ ഒരു സാധാ സീതാ മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം പഠിപ്പിച്ച ആ ഒരു അറിവ്, ഒറ്റ അറിവേ എനിക്ക് പഠിപ്പിച്ചിട്ടുള്ളൂ. ആ ഒരു അറിവിന്റെ പേരിലാണ് ഞാൻ അദ്ദേഹത്തെ അമുസ്ലിമായ വ്യക്തിയെ പോലും ഞാൻ ആദരിച്ച് നിലകൊള്ളുന്നത് എന്ന് നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു. നോക്കണം, നമ്മൾ അറിവുള്ളവരെ ആദരിക്കണം. ഏത് മതത്തിൽപ്പെട്ടവനായിരുന്നാലും മനസ്സിലാക്കണം. നമ്മുടെ ഗുരുനാഥന്മാര് അതങ്ങനെ ആദരിച്ചു പോരുന്നവരുമാണ് നമ്മൾ. ആ ആദരവ് വകവെച്ച് കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്ന പ്രത്യേക ശാസ്ത്രമാണ് വിശുദ്ധ ഇസ്ലാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെ അറിവ് വലിയ മഹത്വമുള്ളതാകുന്ന കാര്യമാണ്. അത് നേടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ അശ്രാന്ത പരിശ്രമം നമ്മൾ നടത്തണം. നൂഹ് നബി അലൈഹിസ്സലാം, ആദം നബിക്ക് ശേഷം വന്നിട്ടുള്ളതാകുന്ന ശരീഅത്ത് കൊണ്ട്, മതനിയമം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി കൽപ്പിക്കപ്പെട്ട വ്യക്തിയാണല്ലോ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, നല്ല വിവരം അല്ലാഹു കൊടുത്തു. എന്തിനെ പറ്റി? കപ്പൽ നിർമ്മാണം, ആശാരിപ്പണി. ആശാരിപ്പണി മോശമല്ല, നല്ല പണിയാണ്. മുസ്ലിമീങ്ങളൊക്കെ അത് ചെയ്യണം, നല്ല പണിയാണത്. വിശുദ്ധ ഇസ്ലാമിൽ വലിയ സ്ഥാനമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫസ്നഇൽ ഫുൽക ബിഅയുനിനാ, നമ്മുടെ നോട്ടത്തിൽ നീ കപ്പല് പണിയണേ നൂഹേ എന്ന് വിശുദ്ധമായ ഖുർആനിൽ കാണാം. കപ്പൽ നിർമ്മാണം, ആശാരിപ്പണി ആര് പഠിപ്പിച്ചു കൊടുത്തു? അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. ആർക്ക്? നൂഹ് നബി അലൈഹി സ്വലാമിന്റെ പണിയാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ മുസ്ലിമീങ്ങളുണ്ടെങ്കിൽ വലിയ ഉന്നതമായ പ്രതിഫലമാണ്. അവരാരുടെ അനന്തരാവകാശികളാണ്. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ പണിയാണ് അവർ ഏറ്റെടുത്തത്. വ്യവസായം, ബിസിനസ് വലിയ കൂലിയുള്ള കാര്യമാണ്, വലിയ കൂലിയുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ അറിവാണ് വ്യവസായം, ബിസിനസ് നടത്തുക. അപ്പൊ ഈ സദസ്സിൽ ഇഷ്ടം പോലെ ബിസിനസ്സുകാരുണ്ടാവും. കാഞ്ഞങ്ങാട് നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലേ, നമ്മുടെ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാരാണ്. ഒരു വീട്ടിലെങ്കിലും ഗൾഫുകാരൻ, പ്രവാസിയായ ഒരു വ്യക്തി ഇല്ലാതില്ല. എല്ലാവരും ഒന്നില്ലെങ്കിൽ ഗൾഫിൽ, അവിടെ അജ്മാനിൽ, യുഎഇയിൽ, ഖത്തറിൽ, ബഹ്റൈനിൽ, ഒമാനിൽ എവിടെയെങ്കിലൊക്കെ ഒരു ചെറിയ പീടികയിട്ട് ബിസിനസ് നടത്തുന്നവരായി. ഇല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സിൽ ഷെയർ ഉണ്ടാകും അല്ലേ. ബിസിനസ്സുകാർ ആരുടെ പിന്തലമുറക്കാരാണ്? ബഹുമാനപ്പെട്ടതാകുന്ന പരിശുദ്ധ പ്രവാചകനാകുന്ന ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ തലമുറക്കാരാണ്. വ്യവസായം, പക്ഷെ അത് വേണ്ട രീതിക്ക് നടത്തണം. അത് നല്ലതുപോലെ പഠിച്ചുകൊണ്ട് നടത്തിയാൽ ബിസിനസ് ഏറ്റവും ഉന്നതമായ തലത്തിലേക്ക് എത്തും. ഇല്ലെങ്കിൽ അതുകൊണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. قال رسول الله صلى الله عليه وسلم التاجر الصدوق الأمين مع النبيين والصديقين والشهداء والصالحين. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സത്യസന്ധനായ വിശ്വസ്തനായ കച്ചവടക്കാരനുണ്ടോ? രണ്ട് ക്വാളിറ്റിയാണ് കച്ചവടക്കാർക്കുണ്ടാവേണ്ടത്. ഒന്നവൻ സത്യസന്ധനായിരിക്കണം, അസ്സാദിഖു സത്യസന്ധനാവണം, വൽ അമീൻ വിശ്വസ്തനുമായിരിക്കണേ. വിശ്വസ്തനായ സത്യസന്ധനായ കച്ചവടക്കാരനായ വ്യക്തിക്ക് അല്ലാഹു നൽകുന്ന സമുന്നതമായ കൂലി,
സർവ അമ്പിയാക്കളോടൊപ്പമാണ് നാളെ അവൻ ഒരുമിച്ച് കൂട്ടുക എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. തീർന്നില്ല. വസിദ്ദീഖീൻ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളടക്കമുള്ളതാകുന്ന സത്യവാന്മാരോടൊപ്പമാണ് നാളെ അവന്റെ സ്ഥാനമുള്ളത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. വശുഹദാഇ വസ്സാലിഹീൻ, ഉഹദിന്റെ രണാങ്കണത്തിൽ ശത്രുക്കളുടെ വെട്ടേറ്റുകൊണ്ട് ഷഹീദാകുന്നതായ ബഹുമാനപ്പെട്ട ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സമുന്നതരാകുന്ന ശോതാക്കളെ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെയും നാളെ ഒരുമിച്ച് കൂട്ടുമേ മഹ്ശറയിലെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വസ്സാലിഹീൻ, സർവ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാർ, സമുന്നതരായ സജ്ജനങ്ങൾ അവരോടൊപ്പമാണ് അവന്റെ സ്ഥാനമെന്നും നബിയുനാ റസൂലുള്ളാഹി. പാറപ്പള്ളിയിൽ അന്തിവിശ്രമം ചെയ്യുന്ന മഹാനുഭാവനോടൊപ്പം നാളെ നിനക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമേ. നീ സത്യസന്ധനായി വിശ്വസ്തനായി കച്ചവടം നടത്തിയാലെങ്കിലെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. രണ്ട് കാര്യവും വേണം, സത്യസന്ധത, വിശ്വസ്തത. എങ്ങനെയെങ്കിലും തോന്നുന്നത് പോലെ 5 ദിവസം മുമ്പുള്ള മയോണൈസ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് മയ്യത്താക്കുന്ന പരിപാടിയാണെങ്കിൽ വണ്ടിയും പള്ളിയായിരിക്കും. അല്ലാഹു ആക്കട്ടെ. മനസ്സിലായല്ലോ? കാര്യം മനസ്സിലായി? അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അപ്പൊ ആരോഗ്യ വകുപ്പിന്റെ അഹ്ലുകാരിങ്ങനെ കയറാൻ തുടങ്ങിയപ്പോഴാണ് എല്ലാവരും അന്നന്ന് മയോണൈസ് ഒക്കെ റെഡിയാക്കി സെറ്റാക്കാൻ തുടങ്ങി. അവരെപ്പോഴും വരട്ടെ എന്നാണ് നമ്മുടെ ദുആ. എന്നാലും നമുക്ക് മരിക്കാതിരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മുടെ സമൂഹം, നേരത്തെ ഇവിടെ ഉദ്ഘാടന ഭാഷകം സൂചിപ്പിച്ചതുപോലെ, ഫാസ്റ്റ് ഫുഡിന്റെ അഹ്ലുകാരാണ് നമ്മുടെ സമുദായം. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഒരു ഷവർമ, ഒരു കിഴി പൊറോട്ട, അല്ലെങ്കിൽ ഒരു കുഴിമന്തി, എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ കിഴി പൊറോട്ട അല്ലെങ്കിൽ കുഴിമന്തി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഫുഡ് അല്ലേ? എല്ലാ ദിവസവും അതെന്തെങ്കിലും ഒന്ന് കഴിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ശരീരം ഒന്നായിട്ട് ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡിൽ ദിനേന ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുക. ആരോഗ്യപരമായി വളരെ ശ്രദ്ധിക്കണം നമ്മൾ. കച്ചവടക്കാര് നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ആരോഗ്യവകുപ്പിൻ്റെതാകുന്ന ചെക്കിംഗ് ഉണ്ടാകുന്ന സമയത്ത് മാത്രമല്ല നിന്റെ ശ്രദ്ധയുണ്ടാവേണ്ടത്, അല്ലാത്തപ്പോഴും നീ നല്ലതുപോലെ ശ്രദ്ധിക്കൽ അനിവാര്യമാണ്. ശ്രദ്ധിച്ചാൽ നിനക്ക് വലിയ നേട്ടം. അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യിന വസിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. സത്യസന്ധത വെച്ചുകൊണ്ട് വ്യവസായത്തിൽ, ബിസിനസ്സിൽ പരിപൂർണമായി വിശ്വസ്തത പുലർത്തിക്കൊണ്ടാണ് നീ ബിസിനസ് നടത്തുന്നത് എങ്കിൽ അമ്പിയാക്കളോടൊപ്പം, ഔലിയാക്കളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സിദ്ദീഖുകളോടൊപ്പമാണ് നിന്റെ സ്ഥാനമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ഉന്നതമായ സ്ഥാനമാണ് അല്ലാഹു നൽകുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇല്ലെങ്കിൽ നേരെ തിരിച്ചാവും. ബിസിനസ് നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഒരാൾ 495 രൂപയ്ക്ക് ഒരു കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അയാൾ 500 രൂപയ്ക്ക് കടയിൽ കൊണ്ടുപോയി ബാലൻസ് പൈസ കൊടുത്തു. ബാലൻസ് അയാൾക്ക് 5 രൂപ കൊടുക്കണം കടക്കാരൻ. അപ്പൊ ഹോട്ടലിന്റെ മുതലാളി എന്ത് ചെയ്യുന്നു? ഒരു ഭരണിക്കകത്ത് നിറച്ച്, ഇപ്പോഴുള്ള ഉടായിപ്പാണ്, 5ന്റെ മഞ്ച് അവിടെ വെച്ചിരിക്കുക. ഷുഗർ 500-ലെത്തിയിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്ന പാവം പിടിച്ചവനാണ്. എന്നിട്ട് ഹോസ്പിറ്റലിൽ വന്ന് കാണിച്ച് ഡോക്ടർ പറഞ്ഞ് ഇന്ന് മുതൽ ഇനി മരുന്ന് കഴിച്ചാൽ പോരാ, അല്പം കൂടുതലാണ്, ഷുഗർ 400 അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇൻസുലിൻ എടുക്കണം. ഹ്യൂമൻ മിസ്റ്റാർഡ് എഴുതി കൊടുത്തു. ഇത് പോയി ഇന്ന് മുതൽ രാവിലെ 30, വൈകിട്ട് 20 വെച്ച് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എടുക്കണം. ഇൻസുലിൻ എടുക്കണം, എങ്കിലേ ഉള്ളൂ നേരെ ചൊവ്വ ഇനി എഴുന്നേറ്റ് നിൽക്കുള്ളൂ. ശരി ഡോക്ടറെ, ഇതെല്ലാം എഴുതി വാങ്ങിച്ചിട്ട് വെളിയിലിറങ്ങിയപ്പോൾ രാവിലെ പോകുന്നതാണ്. അന്നാ കയറി കടയിൽ കയറി വല്ലതും കഴിച്ചേക്കാം, കുടുംബമുണ്ട്, എല്ലാവരും ഒന്നിച്ച് ആഹാരം കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ മൂപ്പർക്ക് കൊടുക്കണം 5 രൂപയുടെ മഞ്ചി. ഇയാൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വൈകിട്ട് തന്നെ മയ്യത്ത് നിസ്കരിക്കാം. ഇയാൾക്കെന്തിനാ ഈ മഞ്ച്? ഷുഗർ പിടിച്ച് ചാകാറ് നിൽക്കുന്ന ഈ മനുഷ്യൻ എന്തിനാ മഞ്ചു കൊടുക്കുന്നത്? ഇനി ഷുഗർ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, നമ്മൾ അയാൾക്ക് കൊടുക്കുന്നത് അയാൾക്കത് ഇഷ്ടമില്ല, അയാൾ താല്പര്യത്തോടു കൂടി അല്ല എങ്കിൽ, മനസ്സിലൊരു ചെറിയ നീരസത്തോടു കൂടിയാണ് അത് വാങ്ങി വെക്കുന്നത് എങ്കിൽ, നീ 5 രൂപയ്ക്ക് കിട്ടുന്ന ഹലാലിന്റെ ഒരു പൈസ ഉണ്ടല്ലോ, ഒന്നുമില്ല, അതിനകത്തൊന്നും ഒരു ലാഭമില്ല, ഒരു 50 പൈസ പോലെ തികച്ച് ഉണ്ടാവൂല. കാരണം ബാക്കിയൊക്കെ ആ മുതലാളിക്ക് അതിന്റെ കമ്പനിക്കാർക്ക് കൊടുക്കണം. പക്ഷെ നീ കൊണ്ടുപോകുന്ന ആ ഒരു തുക ഉണ്ടല്ലോ, അത് നിനക്ക് ഗുണം പിടിക്കത്തില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
അതാണ് ഞാൻ പറഞ്ഞത്, ബിസിനസ്സിൽ അത്രത്തോളം ശ്രദ്ധിക്കണം. ഇന്നിപ്പോ കച്ചവടക്കാരൊക്കെ മിക്കവരും അങ്ങനത്തെ അഹലികാരാണ്. ചെമ്പരും 5 രൂപ 10 രൂപ 2 മിഠായി ഹലാസ്. ചില്ലറ എടുത്തു വെക്കണം. ഇങ്ങോട്ട് കിട്ടാനുള്ളതാണെങ്കിൽ നീ ചില്ലറ റാഹത്തായിട്ട് വാങ്ങുമല്ലോ. ചില്ലറതാന്ന് ചോദിക്കും. അങ്ങോട്ട് കൊടുക്കാനുള്ളതിന് മാത്രം മിഠായി. എന്നാ 495 രൂപ വേണം. അനക്ക് കൊണ്ടുവന്നിട്ട് 495 രൂപയ്ക്ക് 5 രൂപയ്ക്ക് മുതലാക്കുന്ന ഒരു 19 മുട്ടായി മഞ്ച് നിനക്ക് കൊണ്ടു തന്ന എങ്ങനെ ഉണ്ടാവും? അല്ല, അങ്ങോട്ടും കൂടെ ചിന്തിക്കാമല്ലോ. ഒരു 55 മുട്ടായി മഞ്ച് അങ്ങോട്ട് കൊണ്ടുത്തരികയാണ്, ഒരു ഭരണി നിറച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിനക്ക് ഇഷ്ടപ്പെടുകയില്ല, അത് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നീ ആ കാണിക്കുന്നത് നീചമായ പ്രവർത്തനമാണെന്ന് നിന്റെ മനസ്സ് തന്നെ പറയുന്നത്. ഇഷ്ടപ്പെടുവോ ഇല്ലയോ നിങ്ങൾ പറയും. അങ്ങോട്ടൊരു 19 മഞ്ച് അങ്ങോട്ട് കൊടുത്ത് ഇഷ്ടപ്പെടുവോ? ഇല്ല. പൈസയ്ക്ക് പകരം ഞാൻ മഞ്ചിന്റെ ബിസിനസ് ആയിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങക്ക് ഇരിക്കട്ടെ. അതുകൊണ്ട് തന്നെയാണ് ബിസിനസ്സിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, സമൂഹത്തിൽ ഓരോ അധർമ്മം ഉണ്ടാകുന്നത്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. ആ വിഷയത്തിൽ പഠിക്കേണ്ടതാകുന്ന വ്യക്തിത്വമാണ് സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. നമ്മൾ ശരിക്കും പഠിക്കേണ്ട വ്യക്തിയാണ് സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. വ്യവസായം പഠിക്കുമ്പോൾ അദ്ദേഹത്തെ നല്ലതുപോലെ പഠിക്കണം. ഓരോരുത്തരും അങ്ങനെ തന്നെ പഠിക്കണം. സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം ചികിത്സകനായിരുന്നു. രോഗങ്ങൾ പരിപൂർണമായി ശിഫപ്പെടുത്തിയിരുന്നു. നല്ലതുപോലെ അറിവുണ്ട് എങ്ങനെ ശിഫപ്പെടുത്തണമെന്നോ. അല്ലാതെ മുറിവൈദ്യനല്ല. അല്പസ്വല്പം അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കേട്ടറിവ് അല്ലെങ്കിൽ പുസ്തകത്തിൽ വായിച്ചറിവുള്ള ജനങ്ങളെ കൊല്ലുന്ന വൈദ്യനല്ല. നല്ലതുപോലെ പഠിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ ചികിത്സ നടത്തിയിരുന്നു. അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ചികിത്സകനായിരുന്നു. ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. വഉബരിഉൽ അക്മഹ വൽ അബ്റസ ബിഇദ്നില്ലാഹ് വഉഹിയൽ മൗതാ ബിഇദ്നില്ലാഹ്. അല്ലാഹു കൊടുത്ത കഴിവോടുകൂടി കുഷ്ഠരോഗവും പാണ്ഡുരോഗവുമുള്ള സോറിയാസിസ് പോലെയുള്ള മാരകമാകുന്ന രോഗത്തിനടിമപ്പെട്ടവർക്ക് പരിപൂർണമായി ശിഫ കൊടുക്കാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം എന്ന് വിശുദ്ധമായ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകും. അപ്പോൾ ഓരോ പ്രവാചകന്മാർക്കും അതത് കാലഘട്ടത്തിൽ ഏതെല്ലാം ആവശ്യമായിട്ടുണ്ടോ അതെല്ലാം അള്ളാഹു നൽകും. ഈസാ നബിയുടെ കാലഘട്ടത്തിൽ 1,00,000-ൽ പരം ആളുകൾക്ക് മാരകമാകുന്ന അസുഖം ബാധിച്ചു, വൈറസ് ബാധിച്ചു. ശരീരം മുഴുവനും കുഷ്ഠരോഗമാണ്, ചിലർക്ക് പാണ്ടാണ്. അവരെല്ലാവരെയും വിളിച്ച് അവർക്കൊക്കെ ഒന്ന് ശരീരമൊന്ന് തടവി കൊടുക്കേണ്ട താമസം, ചിലർക്ക് കൈ ഉയർത്തേണ്ട താമസം, ദുആ ചെയ്തു കൊടുക്കേണ്ട താമസം. രോഗം പരിപൂർണമായി ശിഫയാകുകയാണ് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. അത് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ഒരു കഴിവ്. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും എന്താണോ അറിവ് അവർക്ക് വേണ്ടത് അത് പ്രവാചകർ മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്, ഖുയ്യറ ലിസുലൈമാനു ബൈനൽ മാലി വൽ മുൽക്കി വൽ ഇൽമി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഖുയ്യറ ലിസുലൈമാനു ബൈനൽ മാലി വൽ മുൽക്കി വൽ ഇൽമി. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അള്ളാഹു സമ്പന്നത വേണോ? സുലൈമാനെ, നിന്നെ ഈ നാട് കണ്ട ഏറ്റവും വലിയ പണക്കാരനാക്കണോ? സുലൈമാനെ, നിന്നെ ഞാൻ ആക്കാമെന്ന് അവകാശപ്പെടുകയാണ്. തീർന്നില്ല. വൽ ഇൽമി, നിനക്ക് ഈ ലോകം മുഴുവനും അറിയപ്പെടുന്ന വലിയ പണ്ഡിതനാണോ? നിനക്ക് ഞാൻ അറിവ് നൽകാം സുലൈമാനെ. മൂന്നാമതായി അള്ളാഹു പറയുകയാണ്, വൽ മുൽക്കാ, നിനക്ക് ഞാൻ രാജാതിരാജനെ പോലെ നിനക്ക് വാഴാനുള്ള അവസരം നൽകാം. ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള സൗകര്യം ഞാൻ നൽകാം. ഏതാണ് നിനക്ക് വേണ്ടത് സുലൈമാനെ? ഇഷ്ടമുള്ളതിനെ തിരഞ്ഞെടുക്കാൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അള്ളാഹു അവസരം നൽകുകയാണ്. സമ്പത്ത് വേണോ? നൽകാം. അധികാരം വേണോ? നൽകാം. നിങ്ങൾക്ക് നല്ല അറിവ് വേണോ? നൽകാം. ഫഖതാറ സുലൈമാനു അൽ ഇൽമാ. സുലൈമാൻ നബി അലൈഹിസ്സലാം അറിവിനെ തെരഞ്ഞെടുത്തുവെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകനെ പറയുകയാണ്, ഫൗതിയ ലിസുലൈമാൻ
ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് തെരഞ്ഞെടുത്ത സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അറിവിനോടൊപ്പം അല്ലാഹു കൊടുക്കുകയാണ് അൽ മുൽക വൽ മാല, ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള അധികാരവും അല്ലാഹു നൽകുകയാണ്. കൂടെ അദ്ദേഹത്തിന് അല്ലാഹു സമ്പന്നതയും നൽകുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ധനികനായി മാറുകയാണ് സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം. അല്ലാഹു മൂന്നിൽ ഏത് വേണമെന്ന് ചോദിച്ചു. അദ്ദേഹം തെരഞ്ഞെടുത്തത് അറിവാണ് സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് തെരഞ്ഞെടുത്ത വ്യക്തിക്ക് ബാക്കി രണ്ടും കൊടുത്തു, അധികാരവും കൊടുത്തു, ബഹുമാനപ്പെട്ടവർക്ക് സമ്പത്തും കൊടുത്തു. ലോകം മുഴുവനും അടക്കി ഭരിച്ചിട്ടുള്ള ചക്രവർത്തിമാരിൽ പ്രമുഖനായിരുന്നു ആര്? സയ്യിദുനാ സുലൈമാൻ. സുലൈമാൻ നബി അലൈഹിസ്സലാം സമുന്നത വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് എല്ലാ വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ് കൊടുത്തു. പക്ഷികളുടെ സംസാരം അദ്ദേഹത്തിന് തിരിയുമായിരുന്നു, ജീവജാലങ്ങളുടെ സംസാരം അദ്ദേഹത്തിന് മനസ്സിലാകുമായിരുന്നു, എന്തിനേറെ ഉറുമ്പിന്റെ സംസാരം പോലും തിരിച്ചറിയുമായിരുന്നു സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. എല്ലാ വിഷയങ്ങളെ കുറിച്ചുമുള്ള അഗാധമാകുന്ന അറിവ് ജിന്ന സമൂഹത്തെ വഴിപ്പെടുത്തി കൊടുത്തു. അവരുടെ സംസാര ഭാഷ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു, അവരോട് തിരിച്ച് സംസാരിക്കാനുള്ള ശൈലിയും അദ്ദേഹത്തിന് അറിയുമായിരുന്നു. എല്ലാം അല്ലാഹു വശപ്പെടുത്തി കൊടുത്തു. നോക്കണം നിങ്ങൾ, എന്തുകൊണ്ട് അറിവിനെ തിരഞ്ഞെടുത്തപ്പോൾ ബാക്കിയുള്ളത് മുഴുവൻ കൊടുത്തു. അതാണ് അറിവ് നേടിയാൽ ബാക്കിയുള്ളതൊക്കെ ഇങ്ങ് വന്നോളൂ. അറിവിനെ പ്രാമുഖ്യം കാണിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, എങ്കിലേ രക്ഷപ്പെടുള്ളൂ. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ അമാനുഷികമായ ഗ്രന്ഥമാണല്ലോ വിശുദ്ധമായ ഖുർആൻ, അല്ലേ? പ്രവാചകർക്ക് നൽകപ്പെട്ടതാണ്. ആ ഖുർആനിലെ ആദ്യ ആയത്ത് ഏതാണ് ആദ്യത്തെ ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. പരിശുദ്ധമായ ഖുർആനിൽ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പരിശുദ്ധ പ്രവാചകർക്ക് ഇറക്കിയ വചനങ്ങളാണല്ലോ ഇത്. ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബിയോട് പറയുന്നത്, ഈ സമൂഹത്തോട് ഉദ്ഘോഷിക്കുന്നത്, ഈ സമുദായത്തോട് പറയുന്നത്, ഇഖ്റ, നീ വായിക്കണേ, പഠിക്കണേ, നീ ഉൾക്കൊള്ളണേ. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്റെ റബ്ബിന്റെ നാമത്തിൽ വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളെ ഏതെല്ലാം ഉണ്ടോ അതെല്ലാം തന്നെ നീ വായിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അറിവ് നേടാനാണ് ആദ്യമായി മുത്തുനബിയോടും പറയുന്നത്. മുഹമ്മദ് നബിക്ക് നൽകപ്പെട്ട ഗ്രന്ഥം ആർക്കൂടിയുള്ളതാണ്? നമുക്കൂടിയുള്ളതല്ലേ? മുത്തുനബി ആരുടെ ഉമ്മത്തിൽ? നമ്മുടെ ഉമ്മത്താണ്. ആ പ്രവാചകന്റെ ഉമ്മത്താണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട ഖുർആനിലെ ആദ്യത്തെ കൽപ്പന ഇഖ്റ, നീ വായിക്കൻ, പഠിക്കൻ. പക്ഷെ വായിക്കുന്നതും പഠിക്കുന്നതും ശ്രദ്ധിക്കണം. ഏത് ഗ്രന്ഥമായിരിക്കണം? ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചതാകുന്ന റബ്ബിന്റെ നാമത്തിൽ വായിക്കാൻ പറ്റുന്നത് വായിക്കണം എന്ന് പറഞ്ഞാൽ ബിസ്മി ചൊല്ലിയിട്ട് വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളെ വായിക്കാവുള്ളൂ എന്നാണ് പറഞ്ഞതിനർത്ഥം. അപ്പോൾ ഞാന, മുത്തുച്ചിപ്പി, മുത്ത് തുടങ്ങിയിട്ടുള്ള എല്ലാ പൈങ്കിളി പുസ്തകങ്ങളും വായിക്കാൻ പറ്റൂല എന്ന് മനസ്സിലായി. ആജിയാർക്ക് വിഷമമായി, മനസ്സിലായി? അതൊന്നും വായിക്കാൻ പാടില്ല. കാരണം എന്താ? അത് പൈങ്കിളി പുസ്തകങ്ങളാണ്. അതൊക്കെ ബിസ്മിയിലിട്ട് വായിക്കാൻ പറ്റുമോ? വായിക്കാൻ പറ്റുമോ? ഇല്ല. റബ്ബിന്റെ നാമം ഉച്ചരിച്ചിട്ട് വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ വേണം വായിക്കാൻ. അതാണ് ഖുർആൻ പറഞ്ഞത്. ഭയങ്കര വാക്കാണ്. ഖുർആനിന്റെ ഓരോ വാക്കിന്റെയും ഉള്ളടക്കം ഭയങ്കരമാണ്. ഇഖ്റ, നീ വായിക്കണമെന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞത് ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചതാകുന്ന റബ്ബിൻ്റെതാകുന്ന നാമത്തിൽ വായിക്കാൻ പറ്റുന്ന ഏതെല്ലാം പുസ്തകങ്ങളുണ്ടോ അതെല്ലാം തന്നെ നീ വായിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അതിൽ ഖുർആനുണ്ട്, ഹദീസുണ്ട്, ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്, തഫാസീറുകളുണ്ട്, ഏതെല്ലാം മഹാന്മാരുടെ ചരിതങ്ങളുണ്ടോ ആ ചരിതങ്ങളെല്ലാം ഉണ്ട്. ഭൗതികമാകുന്ന അറിവുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാ
എല്ലാ അറിവുകളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആത്മീയവും ഭൗതികവുപരമാകുന്ന അറിവുകൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിച്ച് വായിക്കാൻ പറ്റുന്നത് ഏതെല്ലാം ഉണ്ടോ അതെല്ലാം വായിച്ചിട്ട് അതെല്ലാം നീ വായിച്ച് മനസ്സിലാക്കണം, അറിവ് സമ്പാദിക്കണം. മറ്റൊരു കാര്യം കൂടി ഈ ആയത്തിലൂടെ മനസ്സിലാക്കി തരുന്നു. ബിസ്മി ചൊല്ലിയിട്ട് വേണം എപ്പോഴും എന്ത് തുടങ്ങാൻ? വായന തുടങ്ങാൻ എന്നുകൂടി ഇതിന്റെ മഫ്ഹൂമായി ഉലമാക്കൾ പറയാൻ. എന്ത് വായിച്ചാലും നമ്മൾ എന്ത് തുടങ്ങണം? ബിസ്മി വേണം. അല്ലെ തന്നെ മോമിനായ മനുഷ്യന്റെ എന്ത് കാര്യത്തിലും എന്ത് വേണമല്ലോ? ബിസ്മി വേണമല്ലോ. വല്ലം യബ്ദഅ ബിസ്മില്ലാഹി ഫഹുവ അഖ്തഉ ഫഹുവ അബ്തറു. ബിസ്മി ചൊല്ലാതെയാണ് ഒരു വ്യക്തി ഒരു കാര്യം തുടങ്ങുന്നത് എങ്കിൽ അത് ബറക്കത്തില്ലാത്ത കാര്യമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ബിസ്മി ചൊല്ലാതെയാണ് ഒരു കാര്യം തുടങ്ങുന്നത് എങ്കിൽ അതിന് ബറക്കത്തുണ്ടാവില്ല. എല്ലാ കാര്യവും അങ്ങനെയാണ്. മോമിനായ മനുഷ്യൻ തുടങ്ങുന്നത് എന്തും നന്മയായിരിക്കും. അവന്റെ എല്ലാ കാര്യത്തിനും തുടക്കത്തിൽ എന്ത് വേണം? ബിസ്മി വേണം. ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല ബിസ്മി, മനസ്സിലാക്കണം. ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പലരും അത് മറന്നു പോകുന്നു എന്നുള്ളത് മറ്റൊരു വാസ്തവം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പഠിക്കുന്ന സന്ദർഭത്തിൽ എപ്പോഴും ബിസ്മി വേണം. അപ്പോഴേ മനസ്സിലെന്തെങ്കിലും ഹിഫ്ള് ചെയ്യുള്ളൂ. എൻ്റെ മകൻ SSLC പരീക്ഷ എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട്, PSCക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. നിന്റെ പ്രിയപ്പെട്ട മകനോ മകളോ പഠിക്കുമ്പോൾ ബിസ്മി കറക്റ്റായിട്ട് ചെല്ലുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കിബിലയ്ക്ക് നേരെ അഭിമുഖമായിരിക്കണം. അതിലൊക്കെ വലിയ നേട്ടാൻ ഒന്നുകൂടിയിരിക്കണം. വലിയ പഠിക്കുന്നതിൽ ഹിഫ്ള് ചെയ്യാനും മനഃപ്പാടമാക്കാനും ഒക്കെ വലിയ ഉപകരിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മി തരണം. അഊദും ബിസ്മി അനിവാര്യമാണ് എന്ത് പഠിച്ചാലും. അപ്പൊ റബ്ബിന്റെ നാമം ഉച്ചരിച്ചിട്ട് വായിക്കാൻ പറ്റുന്നത് വേണം പഠിക്കാൻ എന്നാണ് വിശുദ്ധമായ ഖുർആൻ. ആ ബക്കറ്റ് വരുമെന്ന് കൊണ്ടുവന്നോളി. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ലൊരു സദഖ. അള്ളാഹു നമ്മുടെ സദഖയെ സ്വീകരിക്കട്ടെ. ഒരുപാട് നീട്ടൂല, കുറച്ചു നേരം, ഒരു 15 മിനിറ്റ് കൂടെ ഇരിക്കൂലേ? ഇരിക്കത്തില്ലേ? രക്ഷപ്പെട്ട് വേഗം പോകാലോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇരിക്കൂലേ എല്ലാവരും? വേഗം നിർത്താന്നേ, സമയം ഒരുപാടാണ്. നേരത്തെ ഉറങ്ങിയ രാവിലെ വന്ന് ചീരണി വാങ്ങും. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ബക്കറ്റ് ഒന്ന് ഓടിച്ച് ബക്കറ്റ് കൊണ്ട് പോയാ ആരും ഇല്ലേ? അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച് നമുക്കൊരു ദഅവാ കോളേജ് തുടങ്ങണം. മഹനീയമായ നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് അതിലേക്ക് സംഭാവന നൽകണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ കൊടുക്കുന്ന സംഭാവന അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഒരു കുട്ടിക്ക് ഒരു വർഷത്തേക്ക് 30,000 രൂപയാണ് ഇൻഷാ അല്ലാഹ് ചെലവുള്ളത്. ഒരു കുട്ടിക്ക് ഒരു വർഷത്തേക്ക് 30,000. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നിന്ന് കഴിയുന്നവരൊക്കെ നമ്മുടെ വാലണ്ടിയേഴ്സ് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ പേര് കൊടുത്താൽ നമുക്ക് റാഹത്താവും. അപ്പോൾ അത്രയും നേരം വഅദ് പറയാം, വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് സംവദിക്കാം. ഈ സദസ്സിൽ അത്തരത്തിലുള്ള ആളുകളുണ്ട്, നല്ല നല്ല വ്യക്തിത്വങ്ങൾ ഇൻഷാ അല്ലാഹ് ഉണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 30,000 രൂപ വെച്ച് ഇൻഷാ അല്ലാഹ് കഴിയുന്ന സഹോദര സഹോദരിമാർ അതിന് സന്നദ്ധരാകണം. ഇനി ഒരു വർഷത്തേക്ക് ഞങ്ങൾക്ക് സാധിക്കില്ല, അരവർഷത്തേക്ക് ഇൻഷാ അല്ലാഹ് കൊടുത്തോളം ഒരു 15,000 രൂപ ഒരു കുട്ടിയുടെ ചെലവ് ഏക്കാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ നിയ്യത്തുള്ളവർ ഇൻഷാ അല്ലാഹ് അതിന് തയ്യാറാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ അറിവ് എന്ന വിഷയം സംസാരിക്കുന്നത് തന്നെ, മനസ്സിലാക്കണം. നമ്മൾ തുടങ്ങി വെച്ചത് ഏതാ? മതത്തിന്റെ ഏറ്റവും അടിസ്ഥാനം അറിവാണ് എന്ന വിഷയമാണ് നമ്മൾ തുടങ്ങി വെച്ചതാണ്. അതാണ് എൻ്റെ ടോപ്പിക്ക്, വിഷയം അതാണ്. അതിനാണ് ഞാൻ ഓരോ പ്രവാചകന്മാരുടെയും പറഞ്ഞു വരുന്നത്. ആദം നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം, മുഹമ്മദ് നബി അലൈഹിസ്സലാം. അവരുടെയൊക്കെ ചരിത്രം പറയുന്നതിനാ. ഇവരൊക്കെ ഈ ലോകത്തേക്ക് വന്നത് എന്തിനാ? ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി, അറിവ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി. ദീൻ അടിസ്ഥാനമാണ്, അറിവ് ജനങ്ങളിൽ കിട്ടണം, അത് അടിസ്ഥാനമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് കഴിയുന്നവരൊക്കെ അതിൽ ഭാഗമാക്കാകണം. വോളണ്ടിയേഴ്സ് വരുന്നുണ്ട്, അവരുടെ പേര് കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിക്കും, ഞാൻ ഒരുപാട് നീട്ടൂല, നമുക്ക് കുറച്ചു നേരം കൂടെ പറഞ്ഞിട്ട് നിർത്താം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ.
ശ്രദ്ധിക്കണേ നിങ്ങൾ. അപ്പോൾ ബഹുമാനപ്പെട്ടതാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വരെ പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു കൽപ്പിച്ചു, ഈ അറിവ് സമ്പാദിക്കുന്നതിന് വേണ്ടി തങ്ങളും പരിശ്രമിക്കണം. അതിന് ഏറ്റവും വലിയ സൂചികയാണ് ഇഖ്റ, തങ്ങൾ വായിക്കണം. പരിശുദ്ധ പ്രവാചകർ അതുകൊണ്ട് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ ഇറക്കി തന്നാൽ ഉടനെ ആയത്ത് തീരുന്നതിന് മുമ്പായി പരിശുദ്ധ പ്രവാചകർ വേഗം തന്നെ ഓതി നോക്കും, കൂടെ ഓതും, ധൃതി കാണിക്കും ഹിഫ്ളാക്കാൻ വേണ്ടി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തങ്ങൾ അങ്ങനെ ധൃതി കാണിക്കണ്ട. സൂറത്തുൽ ഖിയാമ, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന ثم إن علينا بيانا ثم إن علينا بيانا. ഓ നബിയെ, തങ്ങൾ തങ്ങളുടെ നാവിനെ ധൃതിയായി ചലിപ്പിക്കേണ്ട റസൂലേ. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. വിശുദ്ധമായ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം ഓതി തീരുന്നതിന് മുമ്പ് തങ്ങൾ വേഗം തന്നെ ഓതി തങ്ങളുടെ നാവിനെ ചലിപ്പിക്കേണ്ട റസൂലേ. എന്തുകൊണ്ടാണ്? ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന. ഈ വിശുദ്ധമായ ഖുർആനിനെ അതിനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അതിന്റെ ആയത്തുകളെ ക്രോഡീകരിച്ച് തങ്ങൾക്ക് നൽകൽ നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. നാം അതിനെ നൽകുക തന്നെ ചെയ്യും റസൂലേ. തങ്ങൾ ഒരിക്കലും ധൃതി കാണിക്കണ്ട റസൂലേ. തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം ഓതി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഫത്തബിഉ ഖുർആന, ആ ഖുർആനിന്റെ വചനങ്ങളെ ശേഷമൊന്ന് തുടർത്തി ഓതിയാൽ മതി റസൂലേ. തങ്ങൾക്ക് ഹിഫ്ളാക്കി തരൽ നമ്മുടെ മേൽ ബാധ്യതയാണ് ഹബീബേ. കാരണം ഈ നബിയാണ് ഈ ലോകത്തേക്ക് ഈ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് തങ്ങൾ ധൃതി കാണിക്കണ്ട, തങ്ങളുടെ ഹൃദയത്തിൽ ഇത് ഉറപ്പിച്ചു തരൽ നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു പറയാ. പക്ഷെ തങ്ങൾ എന്തും ചോദിക്കണം, അള്ളാഹു എനിക്ക് അധികമായി ഇൽമ താ എന്ന് ചോദിക്കണം. അത് എന്തായാലും ചോദിക്കണം. 111 ആയത്ത് മുതൽ 113 ആയത്ത് വരെ സൂറത്തു ത്വാഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റയടിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിച്ചത്. ഒന്നാമത്തെ ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെ, അഥവാ 113 ആയത്ത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചിട്ട് ത്വാഹ എന്ന് തുടങ്ങി 113 ആയത്ത് വരെ ഒറ്റ പ്രാവശ്യം ഒറ്റയടിക്ക് ഇറക്കി കൊടുത്ത ആയത്തുകളാണ്. എന്നിട്ട് 114 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ദാ കേട്ടോ, ഇതാണ് ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫതആല അല്ലാഹുൽ മലികുൽ ഹഖ് വലാ തഅജൽ ബിൽ ഖുർആൻ من قبل أن يقضى إليك وحيه وقل رب زدني علما وقل رب زدني علما. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയോട് പറയുകയാണ്, നബിയേ നബിയേ, തങ്ങൾ അധികമായി ചോദിക്കേണ്ടത് റബ്ബി സിദ്നി ഇൽമാ, എനിക്ക് അധികമായി വിജ്ഞാനത്തെ അറിയിച്ചു തരണേ അല്ലാ, പഠിപ്പിച്ചു നൽകണേ അല്ലാ. ആരോടാണിത് കൽപ്പിക്കുന്നത് പ്രിയമുള്ളവരെ? ആരോടാണിത് പറയുന്നത് പ്രിയമുള്ളവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വരെ പറയുകയാണ്, നബിയേ നബിയേ, തങ്ങൾ എന്നോട് ചോദിക്കണേ, റബ്ബി സിദ്നി ഇൽമാ, അറിവിനെ എനിക്ക് അധികരിപ്പിച്ച് നൽകണേ അല്ലാ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ് അല്ലാഹുമ്മ റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ,
അല്ലാഹുവേ നാഫിയായ ഇൽമിനെ, പ്രയോജനപ്രദമുള്ളതാകുന്ന അറിവിനെ എനിക്ക് നീ അധികരിപ്പിക്കണേ അല്ലാഹ്. വഅമലൻ മുതഖബ്ബല, സ്വീകാര്യപ്രദമാകുന്ന അമലിന് എനിക്ക് സൗഭാഗ്യം ചെയ്യണേ അല്ലാഹ്. വരിസഖൻ ഹലാലാ, അനുവദിക്കപ്പെട്ട മാർഗത്തിലൂടെയുള്ള വിഭവങ്ങളെ എനിക്ക് നീ അധികരിപ്പിക്കണേ അല്ലാഹ്. വഉംറൻ ഫീ ത്വാഅതിക ത്വീലാ, നിന്റെ മാർഗത്തിലായി നിന്റെ സംതൃപ്തിയിലായി എനിക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഇത് പരിശുദ്ധ പ്രവാചകന്റെ ദുആ ആയിരുന്നു എന്ന് സ്വഹാബത്ത് ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്, ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. മാ ഉമിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിശൈഇൻ ബിസിയാദത്തിൻ ഇല്ലാ വൽ ഇൽമു, ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികമായി ചോദിക്കാൻ വേണ്ടി ലോകത്ത് ഒരു വസ്തുവും പരിശുദ്ധ പ്രവാചകരോട് കൽപ്പിച്ചിരുന്നില്ല. വിജ്ഞാനമല്ലാതെ, അറിവല്ലാതെ മറ്റൊന്നും പരിശുദ്ധ പ്രവാചകരോട് അധികമായി തേടാൻ അല്ലാഹു കൽപ്പിച്ചിരുന്നില്ല. ഏറ്റവും കൂടുതൽ പരിശുദ്ധ പ്രവാചകൻ തേടിയിരുന്നതും അധികമായി തന്റെ സമൂഹത്തോട് വെച്ചുകൊണ്ട് പരിശുദ്ധ പ്രവാചകൻ അധികമായി തേടിയിരുന്നതും റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ, പ്രയോജനപ്രദമായ അറിവിനെ എനിക്ക് നീ നൽകണേ അല്ലാഹ്. ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ്. മാണിക്കോത്ത് നിന്ന് വന്ന സമീറിനെ കാത്ത് ഭാര്യയും മക്കളും 2 മണിക്കൂറായി മക്കാമിന്റെ അടുത്ത് കാത്തു നിൽക്കുന്നു. വളരെ വിഷമത്തിലാണ് അവർ നിൽക്കുന്നത്. മാണിക്കോത്ത് നിന്ന് വന്ന സമീർ എന്ന സഹോദരനെ കാത്ത് ഭാര്യയും മക്കളും 2 മണിക്കൂറുകളായി മക്കാമിനടുത്ത് നിൽക്കുന്നുണ്ട്. നമ്മുടെ പള്ളിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ശബ്ദം ശ്രവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സമീർ എന്ന സഹോദരൻ, മാണിക്കോത്ത് നിന്ന് വന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും നമ്മുടെ പള്ളിയുടെ പരിസരത്തുണ്ട്. എത്രയും വേഗം ഇൻഷാ അല്ലാഹ് അവിടെ എത്തണം. അവരെന്തായാലും വിഷമിക്കണ്ട, മാണിക്കോത്ത് ഇവിടെ അടുത്തല്ലേ. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടി അറേഞ്ച് ചെയ്യും. ഉമർ സാഹിബിനൊക്കെ കാർ ഇഷ്ടം പോലെ ഇരിക്കുക, അന്നും വിഷമമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിഷമിക്കണ്ട, അടുത്ത് തന്നെ അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. കണ്ടോ, അപ്പൊ ഇൽമിനെ തേടാനാണ് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വരെ കൽപ്പിച്ചത്. ഇവിടെ ശ്രദ്ധിക്കണം. ആരോട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ ഏറ്റവും അറിവുള്ള വ്യക്തിത്വം. എന്നിട്ട് ആ പരിശുദ്ധ പ്രവാചകരോട് പറയുന്നു, നബി തങ്ങളെ ചോദിക്കണം, റബ്ബി സിദ്നി ഇൽമാ, റബ്ബേ എനിക്ക് നാഫിയായ ഇൽമിനെ, പ്രയോജനപ്രദമാകുന്ന അറിവിനെ എനിക്ക് നീ സമ്മാനിക്കണേ എന്ന് അല്ലാഹുവിനോട് ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ, പ്രയോജനപ്രദമല്ലാത്ത അമലുകളെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുന്നു اللهم إني أعوذ بك من علم لا ينفع, പ്രയോജനപ്രദമില്ലാത്ത അറിവിനെ തൊട്ട്, എനിക്കൊരു ഉപകാരവുമില്ലാത്ത അറിവിനെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാഹ്. വമിന ഖൽബിൻ ലാ യഖ്ശഅ, നിന്നെ ഭയക്കാത്ത, നിന്നെ പേടിക്കാത്തതാകുന്ന ഹൃദയത്തെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ ആണ്. നിന്നെ പേടിക്കാത്ത ഹൃദയത്തെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. അങ്ങനെ ദുആ ചെയ്യണം സയ്യിദുനാ റസൂലുള്ളാഹി. അറിവ്, നാഫിയായ അറിവ് എനിക്ക് ലഭിക്കുന്നില്ല, അതുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ടാണ് നാഫിയായ ഇൽമെനിക്ക് നീ നൽകണേ അല്ലാഹ്, പ്രയോജനപ്രദമല്ലാത്ത അറിവ് എനിക്ക് നീ നൽകരുത്, അതിനെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു ഹബീബ് റസൂലുള്ളാഹി. പ്രയോജനപ്രദമാകുന്ന അറിവ് കിട്ടണം. നമ്മളൊരു അറിവ് പഠിച്ചാൽ അതുകൊണ്ട് ദുനിയാവിലോ ആഖിറത്തിലോ നമുക്കതുകൊണ്ട് നേട്ടമുണ്ടാവണം. ഇല്ലെങ്കിൽ അറിവ് കൊണ്ട് കാര്യമില്ലെങ്കിൽ അത് പഠിക്കാൻ തുനിയണ്ട.
യാതൊരു കാര്യമില്ല. ഒന്നില്ലേ ദുനിയാവിലേക്ക് അല്ലെങ്കിൽ ആഖിറത്തിലേക്ക് മുതൽക്കൂട്ടാവണം. രണ്ടാലൊരു കാര്യത്തിന് പറ്റുന്നതാകുന്ന വിദ്യാഭ്യാസം നീ പഠിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിൻ്റെ ബ്രേക്കടോ. ബഹുമാനപ്പെട്ട ശൈഖുനാ മർഹൂം തഴവ ഉസ്താദ് അവറുകൾ അവിടെ നൽ മവാഹിബുൽ ജലിയയിലൂടെ ലോകരെ പഠിപ്പിക്കുകയാണ്. ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിൻ്റെ ബ്രേക്കടോ. ഈ കാലഘട്ടത്തിൽ നമുക്ക് അത്യന്താപേക്ഷിതമാണ് ദഅവാ കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഭൗതികമാകുന്ന അറിവിന്റെ കലാലയങ്ങൾ. പക്ഷെ അതോടൊപ്പം എന്തുകൂടി വേണം? ആത്മീയത കൂടി വേണം. അതിനാണ് നമ്മൾ ദഅവാ കോളേജ് വെച്ചിരിക്കുന്നത്. രണ്ടും വേണം. ആത്മീയ വിദ്യയാണ് അതിൻ്റെ ബ്രേക്കടോ. നമ്മുടെ മക്കൾക്ക് ഭൗതികം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ എന്തുകൂടി വേണം? ആത്മീയത വേണം. ഒരാൾ കാർ ഓടിച്ചു പോകുന്നു, ആക്സിലേറ്റർ മാത്രമാണ് എങ്കിൽ അയാൾ അപകടത്തിൽപ്പെടും. ഒരു വണ്ടി എടുക്കുന്നവൻ ആദ്യം കയറിയിട്ട് ഒന്ന് നോക്കും, ബ്രേക്ക് ഉണ്ടോ എന്ന് നോക്കും, വേറൊന്നും നോക്കില്ലേ. കാരണം ഇല്ലെങ്കിൽ നേരം വിളിക്കുമ്പോൾ മയ്യത്ത് നിസ്കരിക്കേണ്ടി വരും. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യും? ബ്രേക്ക് ഉണ്ടോ നോക്കും. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് അവൻ എന്ത് ചെയ്യും? വണ്ടി ഒന്ന് സ്ലോ ആക്കുമ്പോഴേ എങ്ങോട്ട് കൊണ്ടുപോകും? കാലാദ്യം ആക്സിലേറ്ററിന് എടുത്തിട്ട് എങ്ങോട്ട് കൊണ്ടുപോകും? ബ്രേക്കിലോട്ട് കൊണ്ടുപോകും. അതാണ് തഴവസ്ഥാനിന്റെ ആ വരിയിൽ വലിയൊരു മൂജസായ കലാമാണ്. ചെറിയ വാക്കും വിശാലമായ അർത്ഥവുമാണ്. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഇട്ട് വേണം കൊണ്ടുപോകാൻ. നീ എത്ര വിദ്യാഭ്യാസം ഭൗതികത്തിൽ ഉയർന്നാലും നിന്റെ ആത്മീയത വിട്ടുപോകാൻ പാടില്ല. 5 നേരം നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ബ്രേക്ക് വരണം, ബ്രേക്കിലേക്ക് കാല് വരണം, നിസ്കാരം കറക്റ്റ് ആവണം. നോമ്പ്, റമദാനിൽ സുന്നത്തായ നോമ്പുകൾ, ഇബാദത്തുകൾ, പാപങ്ങളുടെ കണ്ണീരൊപ്പുന്ന വിഷയം, നിരാലംബർക്ക് അവലംബമാകുന്ന വിഷയം, ഏതെല്ലാം നന്മയാർന്ന പ്രവർത്തനങ്ങളുണ്ടോ അവിടെയൊക്കെ നീ ആ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തിട്ട് ബ്രേക്കിലേക്ക് വരണം. ആത്മീയതയിലേക്ക് നീ വരണം, ഇല്ലെങ്കിൽ അപകടമാണ്. ആത്മീയാണതിന്റെ ബ്രേക്കടോ. ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിന്റെ ബ്രേക്കടോ. തഴവസ്ഥ ഭയങ്കര വരികളാണ്. രണ്ടും വേണം നമുക്ക്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്, റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ, പ്രയോജനപ്രദമുള്ള അറിവിനെ എനിക്ക് നീ പഠിപ്പിച്ച് നൽകണേ അല്ലാഹ്. എത്രയുണ്ട് അറിവ് ഈ ലോകത്ത്? എത്രയാ അല്ലാഹു നൽകിയിരിക്കുന്ന അറിവ്? എത്രയാ? വളരെ കുറഞ്ഞതേ ഉള്ളൂ. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന അറിവ് വളരെ കുറവ് മാത്രമാണ്. ഒരു സമുദ്രത്തിലേക്ക് നിങ്ങൾ ഒരു സൂചിയിട്ടാൽ ആ സൂചിയുടേതാകുന്ന അറ്റത്ത് എത്രമാത്രമാണോ ചെറിയ രീതിക്ക് വെള്ളം വന്നിന്റെ അംശം വന്ന് ചേരുന്നത്, അത്രമാത്രം അറിവാണ് അല്ലാഹുവിന്റെ അറിവിലേക്ക് ചേർത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ലോകത്ത് അല്ലാഹു നൽകിയിരിക്കുന്ന അറിവ് അത്രയുള്ളൂ. വിശാലമാകുന്ന ജലാശയത്തിലേക്ക് ഒരു ചെറിയ സൂചി ഇട്ടു, ആ സൂചി ഇങ്ങനെ ഉയർത്തുമ്പോൾ അതിൽ നിന്ന് ഉറ്റി വീഴുന്നതാകുന്ന ചെറിയ കണിക, അത്രയുള്ളൂ ലോകർക്ക് മുഴുവൻ അല്ലാഹു നൽകിയ അറിവ്. ആ അറിവ് സമ്പാദിക്കാനാണ് അല്ലാഹു പറയുന്നത്. അതിങ്ങനെ അധികമായി ചോദിക്കണം, അതിന് പ്രായമില്ല. ഞാൻ 30, 50, 60 ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്തോ പഠിക്കാനാണ്, അങ്ങനെയല്ല. എത്ര വലിയ പ്രായമുള്ളവനും ഇൽമിനെ ചോദിച്ചുകൊണ്ടിരിക്കണം, അറിവ് സമ്പാദിക്കണം. ഒരു ദിവസം ഒരായത്തിന്റെ അർത്ഥമെങ്കിലും നമ്മൾ പഠിച്ചിട്ട് പോകണം. ഒരു ദിവസം ഒരായത്തിന്റെ അർത്ഥമെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. പിന്നെന്ത് കാര്യം? ഇല്ലെങ്കിൽ പിന്നെ എന്തിനു കാര്യം? നേരം വെളുത്ത നാട്ടുകാരുടെ മുഴുവൻ കാനൂത്തിന് പോകാൻ നമുക്ക് സമയമുണ്ട്. രാവിലെയും പോവും, വൈകിട്ടും പോവും, പിറ്റേ ദിവസം പോവും, 3 നേരവും പോവും. 3 കാനൂത്ത് കഴിഞ്ഞാൽ 5ാമത്തെ കാനൂത്തുണ്ടെങ്കിൽ അവിടെയും പോവും, പള്ളം അറയ്ക്കും. ഇതിനൊക്കെ സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് ഖുർആൻ പഠിക്കാൻ നമുക്ക് സമയമില്ല എങ്കിൽ പിന്നെ എന്ത് മോമിനാണ് നീ എന്ത് സത്യവിശ്വാസിയാണ്? അപ്പൊ നിനക്ക് ഖുർആനിനോടൊരു പ്രതിബദ്ധതയോ ഒരു കമ്മിറ്റ്മെന്റോ ഒരു താല്പര്യവും നിനക്കില്ല. നീ ഖുർആനിൽ നിന്ന് ഒളിച്ചോടുകയാ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. മുസ്ലിം സമുദായത്തിൽ നിന്ന് ചില ആളുകൾ ഒളിച്ചോടുന്നു എന്നുള്ള വാർത്തയാണ് ഈ അടുത്തിടെ കടന്നു വരുന്നത്. എക്സ് മുസ്ലിമുകൾ സൃഷ്ടിക്കപ്പെടുന്നു. ഭയങ്കര വാർത്തയാണ് അല്ലേ?
24, 25 വയസ്സുള്ളതാകുന്ന ചെറുപ്പക്കാർ പോലും മതകലാലയങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ പോലും ഞങ്ങൾക്കിടയിലേക്ക് വന്നു എന്ന് ചില ആളുകൾ അവകാശപ്പെടുകയാണ്. അവരുടെ കാര്യമൊന്നും പറയണ്ട. അവർ പഠിച്ച കലാലയത്തിൽ പോയി അന്വേഷിക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അവസാനം അത് ഉപയോഗിച്ചുകൊണ്ട് ഇരുന്നു. എന്താ കണ്ടുകൊണ്ടിരുന്നതെന്ന് പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ കണ്ടുകൊണ്ടിരുന്നതിന്റെ പേരിൽ അവസാനം ഉസ്താദുമാര് പിടിച്ച് അവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് വിലക്കേർപ്പെടുത്തിയിരുന്നതാകുന്ന കലാലയത്തിൽ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം കണ്ടപ്പോൾ അവര് പിടിച്ച് ആ കലാലയത്തിൽ നിന്ന് പുറത്താക്കി. ആ പയ്യനാണ് പിന്നീട് ഡൽഹിയിൽ പോയി പഠിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ബിസ്മി ചൊല്ലി പഠിക്കേണ്ടതാകുന്ന കാര്യങ്ങൾ പഠിക്കാതെ വേറെ ചില പുസ്തകങ്ങൾ, നിരീശ്വരവാദത്തിന്റെയും യുക്തിവാദത്തിന്റെയും പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിച്ച അവസാനം അല്ല ഇല്ല എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് പുറത്തേക്ക് പോയി, ഉസ്താദുമാരുടെ ഗുരുത്തക്കേട് മുഖേന. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്നിട്ടിപ്പോ 12 വർഷം പഠിച്ചിറങ്ങിയതാകുന്ന കലാലയം, പഠിച്ചിറങ്ങി അവിടുന്ന് ബിരുദം കൊടുത്തിട്ടില്ല, അവിടെ മൊബൈൽ ഫോൺ പിടിച്ചതിന്റെ പേരിൽ പുറത്താക്കിയതാണ്. എന്നിട്ട് പിന്നെ ആ കലാലയത്തിനെതിരെ പത്രസമ്മേളനം നടത്തിയിട്ട് സമൂഹത്തിൽ കടന്നുകൂടിയിരിക്കുകയാണ്. നിൽക്കട്ടെ, ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോ ചിലർ പറയും ഇസ്ലാമിൽ നിന്ന് അങ്ങനെ പോയി, അങ്ങനെ ആള് പോയി, ഇങ്ങോട്ട് പോയി. ഇസ്ലാമിലേക്ക് വന്നത് എന്താ ഇവിടെ ചർച്ച ചെയ്യാത്തത്? 2 ആഴ്ച മുൻപല്ലേ ഇവിടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് തമിഴ്നാട്ടുകാരിയാകുന്ന മോട്ടിവേഷണൽ സ്പീക്കറാകുന്ന ശബരിമല എന്ന സ്ത്രീ ഇസ്ലാമിലേക്ക് വന്നത് എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ ശ്രദ്ധിക്കാതെ പോയി? വിശുദ്ധമായ കാബയെ സാക്ഷി നിർത്തിക്കൊണ്ട് ലൈവ് വീഡിയോ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തേക്ക് ഉച്ചസ്വരം പ്രഖ്യാപിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള തൗഹീദിന്റെ മഹരീയമാകുന്ന ആശയത്തിലേക്ക് ഞാനിതാ കടന്നു വന്നിരിക്കുന്നു. ഏതൊരു പ്രത്യയശാസ്ത്രത്തിലാണ് നിലകൊണ്ടിരുന്നത്. ആ മോശപ്പെട്ടതാകുന്ന ശാസ്ത്രത്തിന്റെ ശാഖോപശാഖകൾ മുഴുവനും ഒഴിവാക്കി വിശുദ്ധ ഇസ്ലാമിൻ്റെതാകുന്ന തെരുനീളിലേക്ക് ഞാനിതാ കടന്നു വന്നു. ഞാൻ പരിശുദ്ധ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമ ബീവിയുടെ പേര് സ്വീകരിച്ച് ശബരിമല എന്ന പേരൊഴിവാക്കിക്കൊണ്ട് ഫാത്തിമ ബീവി എന്ന നാമധേയത്തിൽ ഞാനിതാ മുസ്ലിം ആയിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്തുകൊണ്ട് ആ പെണ്ണിന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല? അപ്പൊ ഇസ്ലാം മതത്തിലേക്ക് ഇവിടെ കൂലം കുത്തി ആളുകൾ ഒഴുകുന്നുണ്ട്. ഒരു ഭാഗത്ത് അത് ഈ സമൂഹം അറിയാതെ പോകരുത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലുള്ളതാകുന്ന തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന യുവാക്കളും യുവതികളും അത് ശ്രദ്ധിക്കാതെ പോകരുത്. മുസ്ലിമും ആകുന്നുണ്ട്, നമ്മൾ പഠിക്കാതെ പോയത് കൊണ്ടാണ്. ഇഷ്ടം പോലെ ആളുകൾ മുസ്ലിമായിട്ടുണ്ട്. കാരണം അതുകൊണ്ട് ഈ ദീൻ യഥാർത്ഥ ദീനാണ് എന്നും ഇത് പരിശുദ്ധമാണ് എന്നും ഇതിൽ കളങ്കമില്ല എന്നും അമുസ്ലിമീങ്ങളാകുന്ന സഹോദര സമുദായത്തിൽപ്പെട്ടവരോട് വരെ സ്നേഹത്തിൽ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തി കഴിയണമെന്നും പഠിപ്പിച്ചതാകുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം. നിന്റെ അയൽവാസിയാകുന്ന ജോസഫിന്റെയോ നാരായണന്റെയോ പ്രിയപ്പെട്ടതാകുന്ന കുട്ടികൾ വീട്ടിൽ കടന്നുകൊണ്ട് പാതിരാത്രി സമയത്ത് പൊട്ടിക്കരയുന്നതാകുന്ന കരച്ചിൽ നീ കേട്ടാല് ആ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ ചേർത്ത് പിടിച്ച് നിന്റെ വീട്ടിലുള്ളതാകുന്ന മാംസാഹാരമോ കറിയോ അതിൽ ചാറൽപ്പം കൂട്ടിയിട്ടാണെങ്കിലും ആ മക്കൾക്ക് പോയി വിരുന്നൂട്ടണമെന്ന് പഠിപ്പിച്ചതാകുന്ന പ്രത്യയ ശാസ്ത്രമാണ് വിശുദ്ധ ഇസ്ലാം. അതുകൊണ്ടല്ലേ പാറപ്പള്ളി മഖാമിലേക്ക് ഇന്നും 10,000-കണക്കിന് ലക്ഷക്കണക്കിന് സഹോദര സമുദായത്തിൽ, ഹൈന്ദവ സമുദായത്തിലും ക്രൈസ്തവ സമുദായത്തിലും പെട്ട ആളുകൾ ഈ മസാറ് തേടിക്കൊണ്ട് മഹാനുഭാവന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് ആളുകൾ കടന്നു വരുന്നത് എന്തുകൊണ്ടാണ്? വിശുദ്ധ ഇസ്ലാമിൻ്റെതാകുന്ന തേരോട്ടം, വിശുദ്ധ ഇസ്ലാം സംശുദ്ധമാണെന്നുള്ള തിരിച്ചറിവ് ഈ നാട്ടുകാർക്കുണ്ട്, ഈ സമൂഹത്തിനുമുണ്ട്, എല്ലാവർക്കും അറിയാം. പിന്നെ എന്തുകൊണ്ട് ഇസ്ലാമിനെതിരെ കുതിര കയറുന്നു? അത് അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവസാന കാലഘട്ടമാകുമ്പോൾ ഒരു ഭക്ഷണത്തലികയിലേക്ക് ചുറ്റും നിന്നുകൊണ്ട് ആളുകൾ ആർത്തിയോടുകൂടി കൈയിട്ടുകൊണ്ട് കഴിക്കാൻ വേണ്ടി തുനിയുന്നത് പോലെ ഈ ഉമ്മത്തിന്റെ മേൽ ആക്രോശിച്ചുകൊണ്ട് ആളുകൾ ഒരുമിച്ച് കൂടും. ഈ അടുത്തിടെ നടന്ന പല വിവാദങ്ങളും അതിലേക്ക് തന്നെ സൂചികയാണ്. അതിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ളതാകുന്ന വാദഗതികൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് അവർ തന്നെ കുറ്റപ്പെടുത്തി ഈ സമൂഹത്തിനെയും സമുദായത്തിനെയും പണ്ഡിതന്മാരെ വരെ തേജോവധം ചെയ്യാൻ വേണ്ടി കുറ്റപ്പെടുത്തിക്കൊണ്ട് ആളുകൾ തന്നെ എഴുതിയിട്ടതും എന്തുകൊണ്ടാണ്? ഈ സമുദായത്തെ പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞതുപോലെ പ്രതിക്കൂട്ടിലേക്ക് ആക്കാനുള്ള ഒരു ഭാഗം മാത്രമാണ്. അല്ലാതെ ആ പറഞ്ഞതാകുന്ന വർത്തമാനങ്ങളോ ശൈലികളോ അല്ലെങ്കിൽ ആ രൂപങ്ങളോ വിഷയങ്ങളോ ഒന്നും ദീനിൽപ്പെട്ടതല്ല എന്ന് ആരും പറയുന്നില്ല. എല്ലാവരും പറയുന്നുണ്ട് ദീനിൽപ്പെട്ടതാണ്. ആർക്കും ഒരു പ്രശ്നമല്ല. നമ്മൾ ദീൻ പഠിക്കാൻ തയ്യാറാകുന്നില്ല, അറിവ് നമ്മൾ സമ്പാദിക്കാൻ തയ്യാറാകുന്നില്ല, അറിവുള്ളവരെ ആദരിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ഇന്നത്തെ തലമുറ ഏത് വ്യക്തിയെയും തേജോവധം ചെയ്യാമെന്ന തലയിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ തരംഗം എത്തിപ്പെട്ടിരിക്കുകയാണ്. ആരെയും ഏറിൽ നിർത്താം എന്നൊരവസ്ഥയിലേക്ക് എത്തി. നഊദു ബില്ലാഹ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ.
അതുകൊണ്ട് എന്തു പറ്റി? ഈ സമുദായം എന്നും പ്രതിക്കൂട്ടില്ല. ഏത് രാത്രികളിലെ ചാനലിന്റെ ചർച്ച എടുത്ത് നോക്ക്, ഒന്നില്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരെ, അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദുമാരെ, അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ, തൊപ്പിയിട്ട ഒരു കാക്കായെ, അല്ലെങ്കിൽ മുസ്ലിം നാമധാരിയാകുന്ന ഏതൊരു വ്യക്തി, അദ്ദേഹത്തെക്കുറിച്ചല്ലാതെ ഒരു ചാനൽ ചർച്ചയും രാത്രിയിൽ അന്തിച്ചർച്ചയ്ക്ക് കൊടപിടിക്കുന്നില്ല. ഇത് വാസ്തവമാണ്. യഥാർത്ഥത്തിൽ ദീൻ സംരക്ഷണമാണ്. വളരെ പവിത്രമായ മതം തന്നെയാണ്. എല്ലാവർക്കും അറിയാം, ഈ ദീൻ ലോകത്ത് മുഴുവൻ വിഭാവനം ചെയ്യുന്നത് സമ്പൂർണമായി സമാധാനമാണ്, ശാന്തിയുടേതാകുന്ന വിളക്കമാടമാണ് വിശുദ്ധ ഇസ്ലാം. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അതുകൊണ്ടല്ലേ ദീനിലേക്ക് ധാരാളം ആളുകൾ കടന്നു വന്നത്. വിശുദ്ധമായ ഖുർആനിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാകുന്ന മർമ ഡൂൽ പിക്താൾ എന്ന് പറയുന്ന വ്യക്തി 1876 വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം വിശദീകരിക്കുന്നുണ്ട്. ചരിത്രം നമ്മൾ പഠിക്കണം. ലോകത്ത് ആദ്യമായി വിശുദ്ധമായ ഖുർആനിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയാണ്. എന്താ പേര്? മർമ ഡൂൽ പിക്താൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പേര് പറയാൻ പേടിയാണ്. കാരണം പെണ്ണുങ്ങൾ വേഗം പേന എടുത്ത് കുറിച്ചു വെക്കും. മകന് പേരിട്ട് കൊടുക്കാം, റാഹത്ത്. ഒരു പേരില്ലാതിരിക്കുമല്ലോ. ആരും ഇടാത്ത പേരാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? മക്കൾക്ക് ഇടുന്നത്. അതാണ് അവസ്ഥ. മർമ ഡൂൽ പിക്താൾ എന്നായിരുന്നു പേര്. അദ്ദേഹം 1876 ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു. നമ്മൾ ചിന്തിക്കണം, എന്താ കാരണം? മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കുമ്പോ ഒരു വലിയ വൃദ്ധൻ, പടുവൃദ്ധനായ ഒരു മനുഷ്യൻ, ആരോഗ്യ ദൃഢഗാത്രനാകുന്ന ഒരു ചെറുപ്പക്കാരനെ മർദ്ദിക്കുകയാണ്. ആഞ്ഞടിക്കുകയാണ്. ചെറുപ്പക്കാരന് കുറെ നേരമായി തല്ല് കിട്ടുന്നു. പൊതിരെ തല്ല് കിട്ടി. ചെറുപ്പക്കാരൻ ഏറ്റുവാങ്ങുന്നു. അദ്ദേഹം ഒന്ന് കൈ വീശിയാൽ ആ കൈ വീശുന്നതിന്റെ കാറ്റ് മതി ഈ വലിയ പ്രായമുള്ള മനുഷ്യൻ നിലത്ത് വീഴാൻ. അത്രയേറെ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരന്. പക്ഷെ ഈ പ്രായം ചെന്ന മനുഷ്യന്റെ അടി മുഴുവനും എരന്ന് വാങ്ങുന്നു, ഏറ്റുവാങ്ങുന്നു. വൈകുന്നേര സമയമാണ്, ആളുകൾ കൂടി നിൽപ്പുണ്ട്. അവസാനം അവശനായി അടിച്ചതാകുന്ന വയോവൃദ്ധൻ അടിയെല്ലാം കൊടുത്ത് ക്ഷീണിതനായ അദ്ദേഹം ഒരു ഭാഗത്തിരിക്കുമ്പോ ഈ മനുഷ്യൻ നേരെ ചെന്നുകൊണ്ട് ചോദിച്ചു, മർമ ഡൂൽ പിക്താൾ എന്ന അമുസ്ലിമായ സഹോദരൻ ആ ചെറുപ്പക്കാരന്റെ ചാരത്ത് വന്നിട്ട് ചോദിച്ചു, നിനക്കൊന്ന് ഇദ്ദേഹത്തെ ഒന്ന് പെരുമാറിക്കൂടായിരുന്നു? തിരിച്ചൊന്ന് അടിച്ചുകൂടെ? അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് പിടിച്ച് തള്ളിയാ പോരെ? അദ്ദേഹം ഇത്രയും അടി തരുന്നത് വരെ നീ എന്തിനാ പരിപൂർണമായി അത് ഏറ്റുവാങ്ങാൻ വേണ്ടി നിലകൊണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയുണ്ട്. സഹോദരങ്ങളെ വളരെ ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞത്, എന്റെ ദീൻ അതിനെ പഠിപ്പിച്ചിട്ടില്ല. ഞാനൊരു മുസ്ലിമാണ്, മുസ്ലിം സഹോദരനാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരല്പം പൈസ ഞാൻ കടം വാങ്ങിയിട്ടുണ്ട്. ആ കടം വാങ്ങിയ പൈസ അതിന്റെ അവധി എത്തിയിട്ടും തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിലാണ് അദ്ദേഹം എന്നെ തല്ലിയത്. കാരണമുണ്ട്. പ്രായമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഞാൻ ചെറുപ്പക്കാരനായ വ്യക്തിയാണ്. എന്റെ പ്രവാചകൻ പറഞ്ഞ ഒരു വചനമാണ് അതിന്റെ കാരണം. ഞാൻ തിരിച്ചു തല്ലാത്തതിന്റെ. മല്ലം യർഹം സഗീറന വലം യുഖിർ കബീറന ഫലൈസ മിന്നാ ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ, മുതിർന്നവരോട് ബഹുമാനിക്കാത്തവൻ എന്നിൽ പെട്ടവനല്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനമുണ്ട്. ആ ഒരൊറ്റ വചനത്തെ മുൻനിർത്തിയിട്ടാണ് ഞാൻ ആ മനുഷ്യനെ തല്ലാതിരുന്നത്, അല്ലെങ്കിൽ പിടിച്ച് പുറകോട്ട് മാറ്റാതിരുന്നത് എന്ന് ഈ ആരോഗ്യ ദൃഢഗാത്രനായ മനുഷ്യൻ പറഞ്ഞതിന്റെ ഒരൊറ്റ കാരണത്താൽ ആ ഹദീസ് പഠിക്കാൻ തുനിഞ്ഞു മർമ ഡൂൽ പിക്താൾ എന്ന മനുഷ്യൻ. ഹദീസ് പഠിച്ചു, അതിന്റെ ആശയം മനസ്സിലാക്കി. വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് വിശാലമാകുന്ന മതങ്ങളെ ഉൾക്കൊള്ളുന്ന, വിശാലമാകുന്ന സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്നതാകുന്ന മഹനീയമാകുന്ന ഒരു ആദർശമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വിശുദ്ധമായ ഖുർആൻ അദ്ദേഹം പഠിക്കാൻ തുനിഞ്ഞു. അവസാനം ഖുർആൻ പഠിച്ച് ലോകത്താദ്യമായി അദ്ദേഹം ഖുർആൻ വ്യാഖ്യാനമാകുന്ന ഗ്രന്ഥം അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. മർമ ഡൂൽ പിക്താൾ എന്ന മനുഷ്യൻ മുസ്ലിമായി അദ്ദേഹം. സഹോദരങ്ങളെ, ആ ഒരൊറ്റ പ്രശ്നത്തിന്റെ പേരിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ഈ സമൂഹം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അമുസ്ലിമാകുന്ന കണ്ടിട്ട് എക്സ് മുസ്ലിമുകൾ അധികരിക്കുന്നു. അവിടെ കണ്ടില്ലേ ചാനൽ ചർച്ച? ഉസ്താദെ, ഇവിടെ കണ്ടില്ലേ എന്ന് നിങ്ങളാരും ഉറഞ്ഞു തുള്ളണ്ട. ഇവിടെ ഇസ്ലാമിലേക്ക് പാശ്ചാത്യ രോഗങ്ങൾ മുഴുവനും അടക്കി നിങ്ങൾ നോക്കിയാൽ ദീനിലേക്ക് ആളുകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ദീനിന്റെ ആദർശം പരിപൂർണമാണ്, സംശുദ്ധമാണ്. ഇത് ശാന്തിയുടെ മതം തന്നെയാണ്. ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. എതിർക്കുന്നവർക്ക് പോലും അറിയാം വിശുദ്ധ ഇസ്ലാം യഥാർത്ഥമായി ലോകത്തെ വിഭാവനം ചെയ്യുന്നത് സമാധാനവും ശാന്തിയുമാണ്. അങ്ങനെ തന്നെയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഇവിടെ കണ്ടില്ലേ, മണിക്കൂറുകളോളമായിട്ട് എത്ര വണ്ടികളാണ്, ഒരു ബ്ലോക്ക് പോലും ഇല്ലാതെ പോകുന്ന കണ്ടില്ലേ?
നമ്മുടെ സമുദായത്തിന്റെ പ്രത്യേകതയാണത്. ചെറുപ്പക്കാർ നിന്നിട്ട് വാലണ്ടിയേഴ്സായി നിന്നിട്ട് അവർ മണിക്കൂറുകളായി നിന്ന് റോഡിൽ നിന്ന് കറക്റ്റായി നിയന്ത്രിച്ചു പോവാൻ. വേറെ ഏതെങ്കിലും ഒരു സമ്മേളനങ്ങളോ പരിപാടികളാണെങ്കിൽ തടഞ്ഞു നിർത്തിയിട്ട് ഇന്നത്തേക്കില്ല, നാളെ വൈകുന്നേരം ഇതിൽ അല്ലെങ്കിൽ ഈ റോഡ് ബ്ലോക്കാണ് എന്ന് പറയും. നമ്മുടെ സമുദായത്തിന്റെ പ്രത്യേകതയാണ് അത് വിളിച്ചുകൊടുക്കുന്നത്. ഒരാളോട് പോലും ഒരു വിവേചനം നമ്മൾ കാണിക്കാറില്ല. അങ്ങനെ ചെയ്യുന്നവൻ വിശുദ്ധ ഇസ്ലാമിൽപ്പെട്ടവനുമല്ല. നിൽക്കട്ടെ അവിടെ. ഞാൻ സാന്ദർഭികമായി ഒന്ന് സൂചിപ്പിച്ചു മാത്രം, കാലികമായി ചില വിഷയങ്ങളൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ വിശുദ്ധമായി ഇസ്ലാമിൽ അറിവ് നമ്മൾ സമ്പാദിക്കണം. അതിനുവേണ്ടി നമ്മുടെ സമയങ്ങളെ ചെലവഴിക്കണം. ഏതെല്ലാം അവസരങ്ങൾ കിട്ടുമോ അതെല്ലാം നമ്മൾ വിനിയോഗിക്കണം. നമുക്കൊക്കെ ഖുർആൻ ഓതാൻ അറിയാത്തവർ ഇന്നും നമ്മുടെ തലമുറകളിൽ ഉണ്ട്. ഈ റമദാനിൽ പോലും ഖുർആൻ ഖത്മ് തീർക്കാത്തവരുണ്ട്. ഓ സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, വിശുദ്ധമായ ഖുർആനിലെ ഈ കഴിഞ്ഞ റമദാനിൽ അര ജുസു എനിക്ക് ഓതാൻ സാധിച്ചിട്ടുള്ളൂ. അര ജുസു ഈ കഴിഞ്ഞ റമദാൻ. നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷെ വേണ്ട രീതിക്കുള്ള ആത്മീയ വിദ്യാഭ്യാസം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല, ശിക്ഷണം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഖുർആൻ ഓതാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. വിക്കി ഒരു വിധത്തിൽ ഓതി തീർത്തത് അര ജുസ് ആണ്. പക്ഷെ അതിന് വലിയ മഹത്വമാണ്. വിക്കി വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഖുർആൻ ഓതാൻ പരിശ്രമിക്കുന്നവന് 2 കൂലിയുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. വലിയ കൂലിയാണ്, ചെറിയ കാര്യമല്ല, വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അതിനെ നമ്മൾ നിസ്സാരമായി തള്ളേണ്ടതില്ല. നമ്മളിൽ എത്ര പേർ ഈ വിശുദ്ധമായ റമദാനിൽ ഖുർആൻ ഖത്മ് തീർത്തവരുണ്ട്? ഈ കഴിഞ്ഞ റമദാനിൽ ഇമാമുന ഷാഫി റളിയല്ലാഹുവിന്റെ മദ്ഹബിന്റെ അനുയായികളാകുന്ന നമ്മൾ ദുഃഖിക്കണം നല്ലതുപോലെ. കാരണം ഒരു ദിവസം 2 ഖത്മ് തീർക്കുമായിരുന്നു റമദാനിൽ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. റമദാൻ കഴിഞ്ഞാൽ അദ്ദേഹം ദിനേന 1 ഖത്മ് പൂർത്തീകരിക്കും. കാരണം പകല് മുഴുവനും ദറസാണ് മുതഅല്ലിമീങ്ങൾക്ക്, രാത്രി മുഴുവനും ഖുർആൻ ഓതലാണ്. 1 ഖത്മ് ഡെയിലി ഓതും. നോക്കണം, നമ്മൾ അവരുടെ ആയുസ് ഓരോ ദിവസം കഴിയുന്നവരും എത്ര ഖത്മുകളായി സഹോദരങ്ങളെ. റമദാനിലാണെങ്കിൽ ദറസെല്ലാം നിർത്തിവെച്ചു, എന്നിട്ട് ഖുർആൻ തന്നെ പരിപാടി. സുബഹി കഴിഞ്ഞ് ഓതാനിരിക്കും, മഗ്രിബിന് തൊട്ടു മുമ്പ് ഖത്മ് ഓതി ദുആ ചെയ്യും, 1 ഖത്മ് തീർക്കും. മഗ്രിബ് കഴിഞ്ഞ് അടുത്ത ഖത്മ് തുടങ്ങി വെക്കും. തഹജ്ജുദിന്റെ സമയത്ത് സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് 2ാമത്തെ ഖത്മ് ഓതി ദുആ ചെയ്യും. സഹോദരങ്ങളെ, ദിവസം 2 ഖത്മ്, റമദാൻ കഴിയുമ്പോൾ 60 ഖത്മ്. നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു, അവരൊക്കെ എവിടെ എത്തി നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഈ ഉറൂസോടനുബന്ധിച്ച് മഹാന്മാരെ അനുസ്മരിക്കുമ്പോൾ നമ്മൾ ഇതും അനുസ്മരിക്കണം. നമ്മൾ അവരിലേക്ക് എത്താനും നമുക്ക് എന്തൊക്കെ ഉപോത്ബലകമായ ഘടകങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ സംശീകരിക്കണം. നമ്മൾ തഖ്വയിൽ അല്പം കൂടി ഉയരാൻ ശ്രമിക്കണം. അവർ നമുക്ക് കാണിച്ചു തന്ന മാതൃക വസ്ത്രവിധാനത്തിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല. നമ്മുടെ ഔറത്തുകൾ പരിപൂർണമായി മറച്ചുകൊണ്ട് നടക്കണം. നമ്മുടെ സംസാരം നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളോടുള്ള കരുണ നമുക്ക് കടന്നു വരണം. മുതിർന്നവരോടുള്ള ബഹുമാന ആദരവുകൾ നമ്മൾ കാത്തു സംരക്ഷിക്കണം. അയൽപക്ക ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും നമ്മൾ ശാക്തീകരിക്കണം. ഇന്ന് മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്തുള്ള ഒരു വീഡിയോ വല്ലാതെ സോഷ്യൽ മീഡിയയിൽ വൈകുന്നേരത്ത് വൈറലായിരുന്നു. ഒരു ഉമ്മ അടക്കം സഹോദരിമാരടക്കം വഴിയുടെ വിഷയത്തിൽ കൂട്ടത്തല്ലിൽ കലാശിക്കുന്നത് ഒരുപക്ഷെ പല ചാനലുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ ഇനി കാണാൻ പോവാൻ വലിയ ചർച്ചയായിട്ടുണ്ട് സോഷ്യൽ മീഡിയ. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തലയിൽ മുഖമക്കനെ കെട്ടുന്ന നിലകൊള്ളുന്നതാകുന്ന ഉമ്മയും പെങ്ങളും മക്കളും അടക്കം അവർ കാണിക്കുന്ന പരിപാടി സോഷ്യൽ മീഡിയയിൽ തരംഗമാകുകയാണ്. എന്താണ് സമൂഹത്തിന്റെ അവസ്ഥ? അരച്ചാണ് വഴിയുടെ വിഷയത്തിലൊക്കെ ഈ സമൂഹം ഇന്നും നടുറോഡിലിറങ്ങിയിട്ട് പരപുരുഷന്മാരുമായി വഴക്കടിക്കുകയും തല്ലുണ്ടാക്കുകയും ചെയ്യുന്നതിന്റെ യുക്തിബോധം എന്താണ്? അവിടെയും ഈ സമൂഹം പ്രതിക്കൂട്ടിലാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മൾക്ക് അറിവ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, ലജ്ജ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇനി ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് അറിവ് സമ്പാദിക്കാത്തവർ ഖേദിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിൽ മാ കുന്നാ ഫീ അസ്ഹാബി സഈർ ഫഅതറഫൂ ബിദംബിഹിം فسحقا لأصحاب السعير.
പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുൽക്കിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വിഭാഗം ആളുകളെ നാളെ നരകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിച്ചെറിയുമ്പോൾ ആ നരക കുണ്ടാരത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകൾ അവർ വിളിച്ചു പറയുകയാണ് ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബി സഈർ. പരിശുദ്ധമായ ഖുർആൻ കേൾക്കുകയും ആ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ ഇത്തരത്തിലുള്ളതാകുന്ന നരകകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമായിരുന്നില്ല റബ്ബേ, വലിച്ചെറിയപ്പെടുമായിരുന്നില്ല അല്ലാഹ്. ഫഅതറഫൂ ബിദംബിഹിം ഫസുഹഖൻ ലിഅസ്ഹാബി സഈർ. അവർ ദുനിയാവിൽ വിജ്ഞാനം പഠിക്കാതെ പുറംതിരിഞ്ഞു നിന്നതിന്റെ അപകടം അവർ തിരിച്ചറിയുകയാണ്. ദുനിയാവിൽ വഅദ് പറഞ്ഞുകൊണ്ട് ഉലമാക്കൾ സദസ്സിലേക്ക് ക്ഷണിച്ചപ്പോൾ, മദ്രസകളിലേക്ക് ഉസ്താദുമാര് ക്ഷണിച്ചപ്പോൾ, ദീനീ കലാലയങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തപ്പോൾ തിരിഞ്ഞു നിന്നതായ ആളുകളാണ് അവർ. ഇന്നതാ ഖേദിക്കുകയാണ്. അല്ലാഹുവേ, എനിക്ക് സമയമുണ്ടായിരുന്നു അല്ലാഹ്, എൻ്റെ മക്കളെ ഇന്ന കലാലയത്തിലേക്ക് ചേർക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു അല്ലാഹ്. പാറപ്പള്ളിയിൽ തുടങ്ങി വെച്ചതാകുന്ന ദഅവാ കോളേജിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ചേർക്കാമായിരുന്നു അൽബേ, ഞാൻ ദീനീ ബോധത്തിലേക്ക് മക്കളെ നടത്തിയില്ലല്ലോ അല്ലാഹ്. ഫഅതറഫൂ ബിദംബിഹിം, അവരുടെ തെറ്റുകുറ്റങ്ങൾ അവർ മനസ്സിലാക്കുകയാണ്. പക്ഷേ വൈകി പോയിരിക്കുകയാണ്. ഫസുഹഖൻ ലിഅസ്ഹാബി സഈർ, നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നവർക്ക് സർവനാശമാണ്. ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് നീ കളിച്ച് രസിച്ചവനല്ലയോ, ഖുർആനിന്റെ വചനങ്ങളെ അവഗണിച്ചവനല്ലയോ, വഅദ് കേൾക്കാതെ പുറംതിരിഞ്ഞ് നിന്നവനല്ലയോ, ആലിമീങ്ങളുടെ വചനങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാതെ പുറംതിരിഞ്ഞ് നിന്നവനല്ലയോ, സ്വന്തമായി ദീൻ പഠിക്കുകയോ കലാലയങ്ങളിലേക്ക് പോയിക്കൊണ്ട് പഠിക്കാൻ തയ്യാറാവുകയോ മദ്രസ വിദ്യാഭ്യാസത്തിന് പ്രസക്തി നൽകുകയോ ചെയ്യാതെ നിലകൊണ്ടവനല്ലയോ. ഫഅതറഫൂ ബിദംബിഹിം ഫസുഹഖൻ ലിഅസ്ഹാബി സഈർ. ഇന്നിതാ നരക കുണ്ടാരത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ്. ഇനി ഖേദിച്ചിട്ട് കാര്യമില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ. അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, പാറപ്പള്ളിയിലുള്ള ജനങ്ങളെ മാത്രമായിട്ടല്ല അല്ലാഹു വിളിക്കുന്നത്, ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളെയും വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ സൂക്ഷിക്കണേ, വഅഹ്ലീകും നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കണേ, നാറാ കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകകുണ്ടാരത്തിലേക്ക് പ്രവേശിക്കാതെ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തണേ. നരകത്തിലേക്ക് പ്രവേശിക്കാതെ നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തെയും പരിപൂർണമായി ശ്രദ്ധിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. കാരണം ഇതാ നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുകയാണ്, സംവിധാനിച്ചിരിക്കുകയാണ്. അതിലേക്കുള്ള വഴികളും തുറന്നിട്ടിരിക്കുകയാണ്. സ്വർഗത്തിലേക്ക് പ്രയാണം നടത്താനുള്ള വഴികളും അല്ലാഹു തുറന്നു വെച്ചിരിക്കുകയാണ്. സ്വർഗത്തിലേക്കുള്ള വഴികളിൽ എത്തിപ്പെടാൻ അറിവ് സമ്പാദിക്കാനുള്ള കലാലയങ്ങളും അല്ലാഹു നൽകിയിരിക്കുകയാണ്. അതിനാണ് മദ്രസകൾ തുറക്കപ്പെട്ടത്. ഈ വിശുദ്ധമായ ശവ്വാലിൽ കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ മദ്രസകൾ തുറന്നില്ലയോ? ആ മദ്രസകളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞു വിടണേ. അവർക്ക് ഖുർആനിന്റെ വഴി തെളിയിച്ചു കൊടുക്കണേ. അല്ലാഹ് എന്ന് പറയുന്ന യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും മതനിരാസത്തിലേക്കും ലിബറസത്തിന്റെ വാദം ഉന്നയിച്ചുകൊണ്ട് സ്വതന്ത്ര ചിന്താഗതിക്കാരുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉറഞ്ഞു തുള്ളുന്ന കാലഘട്ടമാണ്. അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ, പരിശുദ്ധ പ്രവാചകരെ പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തുനിയണേ. മക്കൾക്ക് നിർബന്ധമായും മദ്രസ വിദ്യാഭ്യാസം അനിവാര്യമാക്കണേ, അനിവാര്യമായി കൊടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അറിവ് മക്കൾക്ക് കൊടുത്തേ പറ്റൂ.
അത് ചെറുപ്പത്തിലേ മക്കൾക്ക് കൊടുക്കണം. ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന് അറിവ് കൊടുത്ത് 7 വയസ്സെത്തുമ്പോ പ്രിയപ്പെട്ട മകനോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണേ. മുറു ഔലാദക്കും വഹും അബ്നാഉ 7 സിനീന വദ്രിബൂഹും അലൈഹാ. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ 7 വയസ്സ് എത്തുമ്പോ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. അവർ 10 വയസ്സെത്തിയിട്ടും നിസ്കരിക്കുന്നില്ല എങ്കിൽ അവരെ അടിച്ചുകൊണ്ട് നിസ്കരിപ്പിക്കണം. വിശുദ്ധമായ ഇസ്ലാം മുറിവേൽപ്പിക്കാത്ത നിലയ്ക്ക് അവർക്കൊരു ഉപദേശം കൊടുത്തുകൊണ്ട് നിസ്കരിക്കാൻ നിങ്ങൾ കൽപ്പിക്കണം. ഇത് പ്രായം 50 വാപ്പ തയ്യാറാകുന്നില്ല. മക്കൾക്ക് 25 വയസ്സായി 30 വയസ്സായി നിസ്കരിക്കാൻ വേണ്ടി വാപ്പ ഇന്നുവരെ അതിനുവേണ്ടി ശ്രദ്ധ ചെലുത്തുന്നില്ല. സമൂഹം എവിടെ എത്തിപ്പോയി? അതുകൊണ്ട് തന്നെയല്ലേ സമൂഹത്തിലെ കള്ളും കഞ്ചാവും മയക്കുമരുന്നുമൊക്കെ ചെറുപ്പക്കാർക്കിടയിൽ വ്യാപകമായി. ഇന്നത്തെ ചെറിയ കുട്ടികളിൽ 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന മക്കൾക്ക് പോലും മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിലകൊള്ളുന്ന മക്കളായി മാറി. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എവിടം വരെ എത്തി? ഇപ്പൊ കഴിഞ്ഞ ദിവസം കൊച്ചി മെട്രോ, ആ മെട്രോണക്ക് പൂന്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പൂന്തോട്ടത്തിൽ നോക്കുമ്പോ കഞ്ചാവിന്റെ ചെടി. എവിടെ ആളുകൾ 24 മണിക്കൂറും സഞ്ചരിക്കുന്നതാകുന്ന സംഭവമാണല്ലോ മെട്രോ. ആ മെട്രോയുടേതാകുന്ന പൂന്തോട്ടത്തിൽ പോലും ജനങ്ങൾ മുഴുവൻ പരസ്യമായിട്ട് നടക്കുന്ന സ്ഥലമാണ്. അവിടെ പോലും പൂന്തോട്ടത്തിൽ എന്ത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു? കഞ്ചാവിന്റെ ചെടി. അവസാനം CCTV നോക്കി പരിശോധിക്കാനിരിക്കുകയാണ് എക്സൈസ് അധികാരി. ആരാണ് ഈ വന്ന് വെള്ളം ഒഴിക്കുന്നതെന്ന് കാണാൻ വേണ്ടി. ഇത് വളരണ്ടേ? ഇടയ്ക്കിടയ്ക്ക് വന്ന് വെള്ളം ഒഴിച്ചിട്ട് പോവാണ്. എങ്ങനെയുണ്ട് ആളുകൾ? എവിടെയൊക്കെയാണ്? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കാൻ. എങ്ങനെയെങ്കിലൊക്കെ നട്ടു വളർത്തിയിട്ട് 5 പൈസ ഉണ്ടാക്കാൻ നോക്കുകയാണ്. തരികിട നമ്പറുകളുമായിട്ട് ഇറങ്ങാൻ. കണ്ണൂർ ജില്ലയിൽ നിന്നൊരു 2 ഭാര്യയും ഭർത്താവും ദമ്പതിമാര് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം പിടികൂടി. ഈ കഴിഞ്ഞ മാസം എന്താ പരിപാടി? കേരളത്തിൽ പിടികൂടി ഏറ്റവും കൂടുതൽ 1.5 കോടി രൂപയുടേതാകുന്ന MDMA മാരകമാകുന്ന ലഹരി ഉൽപ്പന്നമാണ് ഭാര്യയും ഭർത്താവും കൂടി കച്ചവടം ചെയ്യുന്നത്. മുസ്ലിമിന്റെ കാര്യം പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ചെറിയ നല്ല താടിയൊക്കെ ഉണ്ട്, കണ്ടു കഴിഞ്ഞാൽ ചീഫ് ഇമാമാക്കാം. അതാണ് അവസ്ഥ. അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ. ആർക്ക്? ഭർത്താവിന്. അങ്ങനെ താടിയൊക്കെ വെച്ച് നല്ല റാഹത്തായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഭാര്യയും ഭർത്താവും കൂടി കച്ചവടം, ബിസിനസ്. ഈ ഭാര്യയും ഭർത്താവും ഈ മാതാപിതാക്കൾ വേണം മക്കളെ ഉപദേശിക്കാൻ. അവരാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് മാരകമാകുന്ന ലഹരി ഉൽപ്പന്നത്തിന്, കച്ചവടത്തിന്. നഊദു ബില്ലാഹ്. സമൂഹം ഇവിടെ എത്തിപ്പോയി. എങ്ങനെയെങ്കിലും ചുളുവിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ്. നിങ്ങൾ ഇന്നത്തെ ഒരു വാർത്തയുണ്ടായിരുന്നു. ഇന്നത്തെ എൻ്റെ ഫോണിൽ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. രാധാകൃഷ്ണൻ എന്ന പേരുള്ളതാകുന്ന ഒരു സഹോദരൻ, 52 വയസ്സുള്ള ഒരു സഹോദരൻ, തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹം 63 ലക്ഷം രൂപയ്ക്കാണ് അദ്ദേഹം ലോട്ടറി എടുത്തിട്ടുള്ളത്. ലോട്ടറി എന്നിട്ട് അടിച്ചില്ല. 63 ലക്ഷം രൂപ ഹവായിലോട്ട് പോയി, കാറ്റിപ്പോയി. അള്ളാഹു ആക്കട്ടെ. 100 രൂപ, 200 രൂപ, 500 രൂപ ലോട്ടറി ഇങ്ങനെ ഡെയിലി എടുക്കാൻ എടുത്തെടുത്ത് എത്ര രൂപ പോയി? 63 ലക്ഷം രൂപ. ഞാൻ എൻ്റെ മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയുന്നവരുടെ മോന്തയിലോട്ട് കാണിക്കാൻ വേണ്ടി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്നത്തെ ലേറ്റസ്റ്റ് ന്യൂസാണ് പറഞ്ഞത്. രാധാകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ന്യൂസിൽ വന്ന അവസാനം അദ്ദേഹം കടം കയറിയിട്ട് അദ്ദേഹം എന്ത് ചെയ്ത്? മരിച്ചേച്ചു. കാരണം ഇനി ജീവിക്കണ്ട, അതാണ് നല്ലത്. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എവിടെയാണ് സമൂഹം എത്തിപ്പോകുന്നത്? ഇത് ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ലോട്ടറി എടുക്കുന്നത് നമുക്കിടയിൽ തന്നെ തൊപ്പി ഇട്ടതും നല്ല തസ്ബീ പിടിച്ചുകൊണ്ട് ഷെയ്ഖുൽ ഹദീസായിട്ട് വലിയ ചമയുന്ന ആളുകളുണ്ട്. പള്ളിക്കകത്തൊക്കെ വന്നിരുന്നത് ഭയങ്കര സ്റ്റൈലില്ല. ഇരുത്തൊക്കെ കണ്ടു കഴിഞ്ഞവർക്കും കുത്തുബില്ല കത്താബല്ല, കൈ പിടിച്ച് മുത്താൻ തോന്നും. പരിപാടി എന്താ? ഇടയ്ക്കിടയ്ക്ക് അബുദാബിയിൽ പോയിട്ട് മറ്റേ ബിഗ് ടിക്കറ്റ് ഉണ്ട്, അതെടുക്കുക. അതിനകത്ത് ഷെയർ ചേർന്ന് എടുത്തു വെച്ചിരിക്കുക. എന്നിട്ട് പോലെ തസ്ബീ പറിച്ചുകൊണ്ടിരിക്കുക. പടച്ചവനെ അത് അടിച്ചായിരുന്നെങ്കിൽ 6 കോടി രൂപ ഈ കിട്ടിയായിരുന്നു. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ ഇതിന്റെ പരിപാടിയാണ്. പുറമെ ഭയങ്കര മാന്യം, ഭയങ്കര സൂഫി, നാട്ടിലെ വലിയ ഷെയ്ഖായിട്ട് ചമഞ്ഞ് നടക്കാൻ, എന്നിട്ട് കുരുത്തക്കേട് പരിപാടി. അതുകൊണ്ട് തന്നെ എന്തായി? ഒന്നിനൊന്നിന് അള്ളാഹു തകർച്ചയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ. അള്ളാഹു കാത്തു സംരക്ഷിക്കാൻ. ഒരു പലിശയുമായിട്ടുള്ള ബന്ധപ്പെടൽ നിങ്ങൾ പാടില്ല.
പരീക്ഷയുമായി ബന്ധപ്പെടുന്നവരെ ചൂട് നശിപ്പിക്കുമെന്നുള്ള വിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനം കാറ്റിൽ പറത്തിയിട്ട് ഈ സമൂഹത്തിലെയും ഈ സമുദായത്തിലെയും സമുന്നതരായ വ്യക്തിത്വങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവണതകളുമായി സമൂഹത്തിന് നിലകൊള്ളുകയാണ്. ഇഷ്ടം പോലെ ആളുകളുണ്ട് ലോട്ടറി എടുക്കുക. അവർക്കൊരു ഉദാഹരണം പറഞ്ഞു തന്നാണ്, നിങ്ങൾ ഇയാളെപ്പോൾ ആകരുത്. നിങ്ങൾ ഈ പൈസ ഇപ്പൊ ഇതുവരെ ഉള്ളത് കണക്ക് കൂട്ടി വെച്ചില്ല, മൂപ്പരത് കണക്ക് കൂട്ടിക്കൊണ്ടാണ് ആ ലക്ഷത്തിന്റെ കണക്ക് വന്നത്. നിങ്ങൾ കണക്ക് കൂട്ടിയിട്ടില്ല, കണക്ക് കൂട്ടിയാൽ നിങ്ങൾ തലയിലോട്ട് വീഴും. അള്ളാഹു മനസ്സാക്കി തിരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അത്തരത്തിലുള്ളതാകുന്ന മോശപ്പെട്ട പ്രവണതകളൊക്കെ ഒഴിവാക്കി നിസ്കാരവും തഖ്വയുമായിട്ട് ഒരുമിച്ച് കൂടാനാണ് ഈ വിലായത്തിന്റെ മർത്തബയിലെത്തിച്ച മഹാന്മാരുടെ ഉറൂസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാതെ കേവലം റാഹയായിട്ട് ഫുഡ് അടിച്ചിട്ട് ടാറ്റ ബൈ ബൈ അടുത്ത ഉറൂസിന് കാണാം എന്ന് പറഞ്ഞ് പോകാനല്ല, മനസ്സിലാക്കണം. ഫുഡടി മാത്രമല്ല എന്നർത്ഥം. ഈ പലിശ ഇടപാടും ഈ പറഞ്ഞതാകുന്ന മോശപ്പെട്ടതാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളുടെ കച്ചവടം, ബിസിനസ്, അതുമായുള്ള ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ച് നമ്മൾ നമ്മുടെ മക്കളും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് മുന്നേറണം. അതിനെന്ത് വേണം? അതിനാണ് പറഞ്ഞത് നമ്മളും അറിവ് നേടണം, നമ്മുടെ മക്കൾക്കും അറിവ് കൊടുക്കണം. ഓ അംഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയാണ് ആദ്യം സൂക്ഷിക്കാൻ അള്ളാഹു പറഞ്ഞത്. ശേഷം പറഞ്ഞു വഅഹ്ലീക്കും, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളെയും നിങ്ങൾ ശ്രദ്ധിക്കണേ, നാറൻ കത്തിജ്വലിക്കുന്ന നരകത്തെ തൊട്ട് ശരിക്കൊന്ന് സൂക്ഷിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനുവേണ്ടി എന്തെല്ലാം പ്രവർത്തിക്കണം അതൊക്കെ പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ ഖബറിൽ പോലും ശിക്ഷയാണ്. അവരൊറ്റ ചരിത്രം പറഞ്ഞിട്ട് നിർത്താണ്, ശരിക്കും ശ്രദ്ധിക്കുക. ഈസാ നബി അലൈഹിസ്സലാം ഒരു ഖബറിന്റെ സമീപത്തോടി ഈസാ നബി അലൈഹിസ്സലാം നടന്നു നീങ്ങവേ ആ ഖബറിനകത്ത് വല്ലാത്ത ശിക്ഷ കാണുകയാണ്. ഖബറിൽ കിടക്കുന്നതാകുന്ന മനുഷ്യനെ അദാബിന്റെതാകുന്ന മലക്കുകൾ അതിശക്തമായി ശിക്ഷിക്കുന്നതായി ദർശിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം യാത്ര പോവുകയാണ്. അല്പനേരം കഴിഞ്ഞ് തന്റെ ആവശ്യം പൂർത്തീകരിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ അതേ സ്ഥലത്തൂടി തിരിച്ചു വരുമ്പോ ഏതൊരു ഖബർസ്ഥാനിലാണോ അതിശക്തമാകുന്ന കരച്ചിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും കേട്ടത്, ശിക്ഷയുടെ മലക്കുകൾ നിന്നുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നത് കേട്ടത്, അതേ ഖബറിൽ നിന്ന് സന്തോഷത്തിന്റെ സ്വരങ്ങൾ കേൾക്കുകയാണ്. ബഹുമാനപ്പെട്ടവരെ കടന്നു വന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കാരുണ്യത്തിന്റെ മലക്കുകൾ ആ ഖബറാകെ പൊതിഞ്ഞിരിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം അത്ഭുതം കൂറിക്കൊണ്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എന്താണ് സംഭവിച്ചത്? അല്ലാഹ്, ഈ ഖബറിൽ നടന്ന സംഭവ വികാസം എനിക്കൊന്ന് അറിയിച്ച് നൽകണേ അല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാം പടച്ചറപ്പിനോട് ദുആ ചെയ്യേണ്ട താമസം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുകയാണ്. യാ ഈസാ ഇന്നഹു കാന ആസിയാ. ഈസാ നബിയെ, ഈ മനുഷ്യൻ തെറ്റുകാരനായിരുന്നു, വലിയ പാപിയായ മനുഷ്യനായിരുന്നു, തെറ്റുകാരനാകുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം ഇതാ മരണപ്പെട്ടു, ഖബറിലേക്ക് എത്തി, ഖബറിൽ ശിക്ഷ ഏറ്റുവാങ്ങാൻ തുടങ്ങി. അദ്ദേഹം മരിക്കുന്നതാകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ കാനത്ത് ഇംറാത്തുഹു ഹുബലാ, അദ്ദേഹത്തിന്റെ ഭാര്യ പരിപൂർണ ഗർഭിണിയായിരുന്നു. 9 മാസം 10 ദിവസം ഗർഭം ധരിച്ച ആ പെണ്ണ് കുട്ടിയെ പ്രസവിച്ചു, കുട്ടിയെ പഠിപ്പിച്ചു, ആത്മീയമാകുന്ന കലാലയത്തിലേക്ക് വേണ്ടി പറഞ്ഞയച്ചു. അങ്ങനെ അതാ മദ്രസയിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഫസല്ലമതുഹു ഇലൽ കുത്താബ്, സ്വന്തം മകനെ മദ്രസയിലേക്ക് പറഞ്ഞു വിട്ടു. സുബ്ഹാനല്ലാഹ്. മദ്രസയിലേക്ക് എത്തിയപ്പോൾ ഉസ്താദ് ആ കുട്ടിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആദ്യമായി പഠിപ്പിച്ചു കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുട്ടിയത് ഏറ്റ് ചൊല്ലുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാലുവാകുന്ന അല്ലാഹുവിന്റെ നാമത്തിൽ ഞാനിതാ വിജ്ഞാനത്തിന്റെ ആധാരങ്ങൾ തുറക്കുന്നു എന്നർത്ഥം വരുന്നതായ പവിത്രമായ ബിസ്മി അങ്ങ് ചൊല്ലിത്തീരേണ്ട താമസം അതാ ഖബറിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തിന്റെ മലക്കുകളെ പറഞ്ഞേക്കുകയാണ്. ഈ കുട്ടിയുടെ പിതാവ് ഖബറിൽ കിടന്നുകൊണ്ട് ശിക്ഷ അനുഭവിക്കുകയാണ് വർഷങ്ങളായി.
വർഷങ്ങളായി പ്രയാസം അനുഭവിക്കുന്ന ആ മനുഷ്യന്റെ ഖബറിലേക്ക് മലായികത്തുർ റഹ്മത്തിലെ കാരുണ്യത്തിന്റെ മലക്കുകളെ ഞാൻ പറഞ്ഞേക്കാൻ കാരണം, അല്ലയോ പ്രിയപ്പെട്ട ഈസാ, എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നിപ്പോയി. അദ്ദേഹം ഇവിടെ ഖബറിൽ കിടന്നുകൊണ്ട് ശിക്ഷ അനുഭവിക്കുമ്പോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പൊന്നമോന് ഭൂമുഖത്ത് വെച്ചുകൊണ്ട് എന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. ആ പൊന്നമോൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമും എന്ന് പറയുന്ന മഹനീയമായ രണ്ട് നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്, വിശേഷ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്, കാരുണ്യമാണ് അല്ലാഹുവിൽ നിന്നുള്ളത് എന്നുള്ള വിശുദ്ധമായ വചനം ഉച്ചരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോ, ദുആ ചെയ്യുമ്പോ, ഫാത്തിഹ സൂറത്ത് ഓതുമ്പോ ആ പൊന്നമോന്റെ പ്രിയപ്പെട്ട ഉപ്പയെ ഞാൻ എങ്ങനെയാണ് ഖബറിൽ കുറ്റുകൊണ്ട് ശിക്ഷിക്കുക ഈസാ? ഞാനത് വല്ലാതെ ലജ്ജിച്ചു പോയി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടതാകുന്ന അടിമക്ക് ഞാൻ ശിക്ഷയിൽ നിന്ന് മോചനം കൊടുത്തു. കാരുണ്യത്തിന്റെ മലക്കുകളെ ഖബറിലേക്ക് പറഞ്ഞയച്ചു എന്ന് ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാം. പഠിച്ചു വെക്കേണ്ട പാഠമാണ് സഹോദര സഹോദരി. തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ വിശുദ്ധമായ ദീനിന്റെ കലാലയങ്ങളിലേക്ക് പറഞ്ഞേക്കുന്നതിലൂടെ കിട്ടുന്ന നേട്ടമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ലോകത്തോട് പഠിപ്പിച്ചില്ലയോ? ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ 3 കാര്യങ്ങൾ മാത്രമാണ് അവന് പിന്നീട് പ്രയോജനം ചെയ്യുക. ഒന്ന് ജാരിയായ സ്വതക്കയാണ്, എന്നെന്നും നിലനിൽക്കുന്ന സ്വതക്കയാണ്. മറ്റൊന്ന് നീ പഠിച്ചെടുത്തിട്ടുള്ള അറിവാണ്, അത് തീർച്ചയായും നിനക്ക് പ്രയോജനപ്രദമാണ്. മൂന്നാമത്തത്, ഏതൊരു കുട്ടിയുണ്ടോ നിന്റെ പ്രിയപ്പെട്ട പൊന്നമോന് നല്ല അറിവ് പഠിപ്പിച്ചു കൊടുത്തു, സാലിഹായ പൊന്നമോനാണ് എങ്കിൽ അവൻ കൊണ്ട് നിനക്ക് പ്രയോജനം കിട്ടുമേ. അവൻ നിന്റെ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് ദുആ ചെയ്യുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മരിച്ചു പോകണ്ട എന്നുള്ള ചിന്തയുള്ളവരല്ലയോ? അടുത്ത സെക്കൻഡിൽ മരിക്കണമെന്നുള്ള ചിന്തയിൽ നമ്മൾ നിലകൊള്ളുകയല്ലയോ? എത്രയെത്ര ആളുകളാണ് മരിക്കില്ല എന്ന വിശ്വാസത്തോടുകൂടി മനോഹരമാകുന്ന ജീവിതം നയിക്കാമെന്ന് ആഗ്രഹിച്ചവർ, അവരൊക്കെ മരണത്തിന് കീഴടങ്ങി പോയല്ലയോ? അതുകൊണ്ട് വിജ്ഞാനത്തിന്റെ ശാഖോപശാഖകളിലേക്ക് തിരിയാൻ നമ്മൾ സന്നദ്ധ പ്രവർത്തിക്കണേ. നമ്മുടെ മക്കളെ ആത്മീയമാകുന്ന അറിവുകൾ കൊടുക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണേ. കാരണം കാലം വളരെ മുസീബത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂല്യച്യുതികൾ വർദ്ധിച്ച കാലഘട്ടമാണ്, കള്ളധികരിച്ച കാലഘട്ടമാണ്, ലഹരി ഉൽപ്പന്നങ്ങൾ അധികരിച്ച കാലഘട്ടമാണ്, അത് ഉപയോഗിക്കുന്ന ആളുകൾ അധികരിച്ച കാലഘട്ടമാണ്. അതിലൂടെ സ്വന്തം മാതാവ് ഏത്, പെങ്ങളേത്, ഭാര്യയേത്, കുടുംബമേത് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത നിലയ്ക്ക് വ്യഭിചാര ക്രിയകളിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണും കാതും ശരീരത്തിന്റെ അവയവങ്ങളും പരിപൂർണമായി തിരിക്കുന്നതാകുന്ന ഘട്ടമാണ്. അല്ലാഹുവിലേക്ക് നമ്മുടെ കണ്ണുകളെ തിരിക്കട്ടെ, നമ്മുടെ കാതുകളെ പടച്ച റബ്ബിലേക്ക് തിരിക്കട്ടെ. അതിനേറ്റവും വലിയ ഉപയുക്തമാകുന്ന മജ്‌ലിസായി അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജ്‌ലിസിനെ നീ ഖബൂലാക്കണേ അല്ലാഹ്. നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞുവിടണേ, നമ്മുടെ മക്കളെ ദീനീ കലാലയങ്ങളിലേക്ക് പറഞ്ഞുവിടണേ. എത്രയെത്ര കലാലയങ്ങൾ മുസ്ലിം സഹോദര സഹോദരിമാർക്ക് ഇന്ന് കേരളത്തിൽ സുലഭമാണ്. ആത്മീയമാകുന്ന ഉന്നമനത്തിന് ഉതകുന്നതാകുന്ന ഏതെല്ലാം മഹനീയമായ കലാലയങ്ങളുണ്ടോ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കലാലയങ്ങളുണ്ടോ, ആ കലാലയങ്ങളിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് മക്കൾക്ക് ദീനീ ബോധനം കൊടുക്കൽ അനിവാര്യമാണ്. ഇല്ലെങ്കിൽ നാളെ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് ഈ മക്കൾ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഘട്ടമാണ്. വാപ്പ മരിച്ചാൽ ഉമ്മ മരിച്ചാൽ തിരിഞ്ഞു നോക്കാത്ത മക്കളുള്ള കാലഘട്ടമാണ്. എന്റെ വാപ്പ എനിക്കൊന്നും തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമ്പത്തിന്റെ വിഷയത്തിൽ വഴക്കടിക്കുന്ന മക്കളുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് മക്കൾക്ക് ആത്മീയമാകുന്ന പോഷണം കൊടുക്കൽ അനിവാര്യമാണ്. അല്ലാഹുവേ ഈ പറപ്പള്ളി മഖാമിന്റെ പരിസരത്ത് ഞങ്ങളെ തുടങ്ങി വെക്കുന്നതായ ദഅവാ കോളേജ് അത്തരത്തിലുള്ള സമുന്നതമായ കലാലയമായി നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ആരെല്ലാം അതിനുവേണ്ടി നിലകൊള്ളുന്നവരുണ്ടോ, സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി പിന്തുണക്കുന്നവരുണ്ടോ, സർവർക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ സദസ്സിൽ നിന്ന്
ഒരു വർഷത്തേക്ക് ഒരു കുട്ടിയുടെ ചെലവാ ചോദിക്കുന്നത് 30,000, അല്ലെങ്കിൽ അതിന്റെ പകുതി വർഷത്തേക്കുള്ളത് 15,000. ഇൻഷാ അല്ലാഹ് നൽകുന്നവര് വേഗം വേഗം പറയുന്ന അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പാറപ്പള്ളിയിലുള്ള ബഷീറും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ചേർന്ന് കോളേജിലേക്ക് ഒരു വർഷത്തേക്ക് 30,000 രൂപ. ഖുലൂ തക്ബീർ, മാഷാ അല്ലാഹ്. ഒരു സ്വലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ, നീ ഖബൂലാക്കണേ അല്ലാഹ്. ബഷീറും സഹോദരനും അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്കും കൂട്ടുകാർക്കും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. അവരെല്ലാവരും കൂടി നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള സംഭാവന 30,000 രൂപ ഒരു കുട്ടിയുടെ ചെലവാണ്. പരിപൂർണമായി നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയാക്കണേ അല്ലാഹ്. ഇവിടെ അടങ്ങിയിരിക്കുന്ന ശൈഖ് അവരുടെ മദദ്, അവരുടെ ഹിഫ്ള്, ഹിമായത്ത്, കറാമത്ത് അവരുടെ കുടുംബ ജീവിതത്തിൽ നീ കാണിക്കണേ അല്ലാഹ്. ബഷീറിന്റെയും കൂട്ടുകാരുടെയും ജീവിതത്തിൽ നീ കാണിക്കണേ അല്ലാഹ്. ബാക്കി വെച്ച സമ്പത്തിൽ വർധനവ് കൊടുക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. ജാരിയായ സദഖയായി സദഖയെ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആരാ ഉള്ളത് ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തിൽ? സാധാ ഞാൻ നൽകാമെന്ന് പറഞ്ഞത് ഒരു വർഷത്തേക്കാണ് ചോദിക്കുന്നത്. നല്ല നിയ്യത്തിൽ പറയുന്ന സഹോദര സഹോദരിമാർ ഒന്ന് വാളണ്ടിയേഴ്സ്, ഒന്ന് ആരെങ്കിലും 2 പേര് ഇൻഷാ അല്ലാഹ് ഒന്ന് ഇറങ്ങിയെന്ന് നടക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കഴിയുന്ന തുക ഇൻഷാ അല്ലാഹ് പറയും. ഒരു വർഷത്തേക്ക് സാധിക്കാത്തവര് നിങ്ങളതെല്ലാം കൂടി ഒറ്റയടിക്ക് തരണ്ട. 30,000 രൂപ ആദ്യ ഗഡുവായിട്ട് തന്നെ തരണ്ട. ഓരോരുത്തർക്കും ഒരു വർഷത്തിനുള്ളിൽ ഘട്ടം ഘട്ടമായിട്ട് ഇൻഷാ അല്ലാഹ് നൽകിയാൽ മതി. 5,000 അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് 2 മാസം കൂടുമ്പോൾ അങ്ങനെ നൽകിയാൽ വളരെ റാഹത്തായ നിലയിൽ നിങ്ങൾക്കും അത് സൗകര്യമാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു കുട്ടിയുടെ ചെലവ് നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഏറ്റെടുക്കുന്നവർ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹാനുഭാവന്റെ പൊരുത്തവും മദതും ഹിഫ്ളും അല്ലാഹു നസീബാക്കട്ടെ. ഒന്ന് ഇൻഷാ അല്ലാഹ് നടക്കൂടെന്ന് പോട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. സ്ത്രീകളുടെ ഭാഗത്തേക്കൊന്ന് പോണം. അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാ നിയ്യത്തുകളും അല്ലാഹു സാധൂകരിച്ച് അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. വേഗം നിർത്തും, നീട്ടൂല, വേഗം തന്നെ ഇൻഷാ അല്ലാഹ്. നാളെയാണ് സമാപന ദിവസം. നാളെ പ്രാർത്ഥനാ സദസ്സാണ്. അതിലേക്ക് ഒരുപാട് ആളുകൾ നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് നിലകൊള്ളുന്നവരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും നിയ്യത്തുകളെ സാധൂകരിക്കട്ടെ. നമ്മുടെ ഓൺലൈനായി സദസ്സ് വീക്ഷിക്കുന്ന സഹോദര സഹോദരിമാർ, ഗൂഗിൾ പേ നമ്പർ അതിൽ നൽകിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അക്കൗണ്ട് നമ്പർ അതിൽ നൽകിയിട്ടുണ്ട്. അതിലേക്ക് ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ നല്ലൊരു സംഭാവന അല്ലാഹു സ്വീകരിക്കണം. അൽഹംദുലില്ലാഹ്. ഇമാറാത്ത് ചാരിറ്റി നമ്മുടെ അമ്പലത്തറയിലുള്ളതാകുന്ന സഹോദരങ്ങളുടെ ചാരിറ്റിയാണ്. ഒരു കുട്ടിയുടെ ചെലവ് അവരെല്ലാവരും കൂടി അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. അങ്ങനെ ഏറ്റെടുക്കുക. നമ്മൾ ഒറ്റയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ കൂട്ടുകാർ മുഖേന മാഷാ അല്ലാഹ് നമുക്കൊരു 10 കൂട്ടുകാരുണ്ടെങ്കിൽ റാഹത്തായില്ലേ. ചെറുപ്പക്കാരങ്ങനെ ഒരുപാട് പേര് സദസ്സിലുണ്ടല്ലോ. നല്ല നിയ്യത്ത് വെക്കുക. അല്ലാഹു കബൂലാക്കട്ടെ. ഒരു സലാത്തു സുർറീഹൽ മുസ്തഫാവ സിദ ഇഖാമതം ബിഹി സുർത ഹമീം സാവിയൻ അൻ ഖൽബിക സിൽ زال لا إله إلا الله. ഉറക്കച്ചൊല്ല്. അല്ല ഷംസീർ അല്ലെന്നോ അല്ല, ഉറക്കച്ചൊല്ല്. لا إله إلا الله محمد رسول الله. അല്ലാഹുവേ ഞങ്ങളെ നീ